നമുക്ക് ഒരു വാക്ക് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അത് കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അഗ്നിയാല് അഭിഷേകം ചെയ്യുന്ന കർത്താവായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെയും ജീവനുള്ള യാഗമായിട്ട് അങ്ങ് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ അഗ്നിയാല്, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ കർത്താവെ, ഞങ്ങളുടെ ജഡത്തെ അങ്ങ് ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിലെ വലിയൊരു കത്തല്, വലിയൊരു അങ്ങയ്ക്ക് വേണ്ടി ഒരു എരിയുന്ന ഒരു അനുഭവം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങള് ശീതോഷ്ണാവസ്ഥയിൽ നിന്നെല്ലാം മാറി ഉഷ്ണവാന്മാരായിട്ട് കർത്താവെ, വളരെ തേജസ്സോടെ കർത്താവെ, അവിടുത്തെ അങ്ങയെ അങ്ങയെ അതുപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന കാന്തയായിട്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതെ കർത്താവെ, ഞങ്ങളുടെ വിശ്വാസ നായകനും പൂർത്തിവരുത്തുന്നതിനുമായ യേശുവിന്റെ തിരുമുഖം പരിശുദ്ധാത്മ ഞങ്ങൾക്ക് വചനമാകുന്ന കണ്ണാടിയിൽ കാണിച്ചു തരണം. അങ്ങ് ഞങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് വേണം കർത്താവെ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയായിട്ടില്ല, യേശു കർത്താവിന് വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമുക്ക് വെളിപാട് പുസ്തകം നമ്മൾ 22 അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം. കർത്താവിന്റെ വരവിന് ഏറ്റവും അടുത്തു. ഇത് ക്രിസ്തു വെളിപ്പെടാറായി, മഹോപദ്രവം, അതിനുശേഷം കർത്താവിന്റെ വരവ്, അർമഗദോൻ യുദ്ധം, കർത്താവ് തന്റെ രാജ്യത്വം, സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നു. വ്രതന്മാർക്ക്, കർത്താവിന്റെ വിശുദ്ധന്മാർക്ക്, മക്കൾക്ക് കർത്താവ് പ്രതിഫലം നൽകുന്നു. 1000 വർഷക്കാലമുള്ള ഒരു ഭരണം. സാത്താനെ തുറന്നു വിടുന്നു. സാത്താനെ അഗ്നി കൊണ്ട് വന്ന് ദഹിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന കാര്യവും, പിന്നീട് അവിശ്വാസികളുടെ ന്യായവിധിയും, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അങ്ങനെ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കുഞ്ഞാടിന്റെ കല്യാണം, കാന്തയായിട്ട് ഒരുക്കപ്പെട്ട പുത്തൻ യെരൂശലേമിന്റെ ആ ഒരു വിവരണമൊക്കെ നമ്മൾ വെളിപാട് 21 അധ്യായത്തിൽ കണ്ടിട്ട്, വെളിപാട് 22 അധ്യായത്തിൽ നിത്യതയിൽ അടിമദാസന്മാരായിരിക്കുന്ന അടിമദാസന്മാരായിരിക്കേണ്ട നമ്മളെ ദൈവത്തിന്റെ കർത്താവിന്റെ അടിമദാസന്മാരാണെങ്കിൽ എല്ലാവരും അതുപോലെ കർത്താവിനോട് ഏറ്റവും ചേർന്ന് അന്ന് ഇരിക്കുകയില്ല. ജയിക്കുന്നവരാണ് കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ സിംഹാസനത്തിൽ, കർത്താവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് കാന്തയായിട്ട്. നുറുമീനി ഫലം കായ്ക്കുന്നവര്, നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിന് ഒത്തവണ്ണം 100% കർത്താവിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ നമ്മളന്ന് കർത്താവിനോട് ഏറ്റവും ചേർന്ന് കാണപ്പെടും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു 60%, ഒരു 30%, അതുപോലൊക്കെയുള്ള എന്നാൽ നമ്മൾ വിശ്വാസത്തിൽ അങ്ങ് നിലനിന്നു, അങ്ങ് എത്തിച്ചേർന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നിത്യമായിട്ടൊരു നഷ്ടബോധമായിരിക്കും. കർത്താവെ, ഞാൻ അങ്ങ് എനിക്ക് തന്ന ഒരു ചെറിയ ജീവിതത്തിൽ അങ്ങയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടാൻ, പൂർണ്ണമായിട്ടും സമർപ്പിക്കുവാനൊന്നും എനിക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു നഷ്ടബോധം, ഒരു റിഗ്രറ്റ്, അത് ന്യായാസനത്തിന് മുമ്പാകെയും നിത്യതയിലും ഒക്കെ നമുക്കുണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് തള്ളപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഹോൾ ഹാർട്ടഡായിട്ട് കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കാനും അനുസരിക്കാനും ഒക്കെ ഉള്ള ഒരു ഉത്സാഹത്തിനായിട്ടാണ് നമ്മളുടെ കൂടിവരവുകളും കൂട്ടായ്മകളും എല്ലാം. അതിന് സഹായകമായി ആയിത്തീരേണ്ടതിനായിട്ടാണ് കർത്താവിനോട് നാം ഏറ്റവും അടുത്തിരിപ്പാനും, കർത്താവിനെ കേട്ട് കർത്താവിന് നമ്മുടെ ഈ ഒരു ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം പ്ലാൻസും പർപ്പസസും ഉണ്ട്, എന്തെല്ലാം പദ്ധതികൾ കർത്താവ് മെനഞ്ഞിട്ടുണ്ടോ, അതെല്ലാം പൂർത്തിയാകണം. അതിനായിട്ട് ഞാൻ അങ്ങ് ഇല്ലാതാകണം, കർത്താവ് എന്നിൽ നിറയണം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും കേട്ടതുപോലെ നമ്മളുടെ ആ ജഡമാകുന്ന തിരുശീലയെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വന്നങ്ങ് ദഹിപ്പിക്കണം. അത് ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആ ജഡമാണ് ആ യാഗപീഠത്തിലുള്ള വിറക്. അത് ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആ ആത്മാവിന്റെ അഗ്നി അത് നമ്മുടെ ആത്മാവിലേക്ക് കത്തിപ്പടർന്ന്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ആത്മാവിലേക്ക് കത്തിപ്പടർന്ന് അവിടെ ആ ജഡം അങ്ങ് കത്തിത്തീരുമ്പോൾ പിന്നെ ആരാ അതിവിശുദ്ധ സ്ഥലത്ത് വെളിപ്പെടുന്നേ? ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അത് യേശുവിന്റെ ആ സ്വരൂപം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അപ്പം നാം യേശുവിനെ മറയ്ക്കുന്നവരായിട്ടല്ല, ജഡം തന്നെ അൺബ്രോക്കൺ ആയിട്ട് നുറുക്കപ്പെടാത്ത അവസ്ഥയിലായിരിക്കും നാം യേശുവിനെ മറയ്ക്കുന്നവരാ. യേശുവിന് വെളിപ്പെടാൻ പറ്റാതെ ഉണ്ടെന്ന് ജഡം നുറുക്കപ്പെടും തോറും നാമോ കുറഞ്ഞു വരുന്നു എന്ന് യേശു നമ്മളിൽ വെളിപ്പെടുന്നു. അങ്ങനെയുള്ളവർക്ക് ആ കർത്താവിന് വെളിച്ചമായിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ആ ഒരു 5-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. അവിടെ 3 തരത്തിലുള്ള വെളിച്ചത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ എല്ലാവരും കണ്ടു വെളിപാട് പുസ്തകം കറണ്ട് ലൊക്കേഷൻ. കഴിഞ്ഞ ഗൾഫ് സ്പെഷ്യൽ മീറ്റിംഗ്സിൽ സാഗ്ബറിന്റെ ആ ഒരു എനിക്ക് തോന്നുന്നു 2-ാമത്തെ സെഷനിൽ മെസ്സേജ് ഞാൻ കേൾക്കുമ്പോൾ അന്ന് വേറെ അത് തന്നെ പറയുന്നത്, എല്ലാവരും വേഴ്സ് റെഫറൻസ് എടുക്കുമ്പോൾ എല്ലാവരും വേഴ്സ് റെഫറൻസ് എടുക്കുന്നുണ്ടോ, എല്ലാവരും അതായത് ബ്രദർ പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് വലിയ സത്യമാണ്. വെച്ചാൽ ബ്രദർ പറഞ്ഞ വെച്ചാൽ ബ്രദറിന്റെ ഈ ഒരു ഇത്രയും വർഷത്തെ മിനിസ്ട്രിയിൽ
ബ്രദർ ഈ വേഴ്സസ് കോട്ട് ചെയ്യുമ്പോഴെല്ലാം വേഴ്സസ് ബൈബിളിൽ എടുക്കുന്ന ആൾക്കാർ അവര് കാലക്രമേണ വചനം വളരെ ഹൃദയസ്ഥമായിട്ട് വചനം കൂടുതൽ പരിചയമുള്ളവരായിട്ടായി തീരുന്നു. എന്നാൽ വേഴ്സസ് പറയുമ്പോൾ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നവര് 20 വർഷം കഴിഞ്ഞാലും 30 വർഷം കഴിഞ്ഞാലും അവർ വീണ്ടും ഇങ്ങനെ അവർക്ക് അപ്പോഴും വചനമൊന്നും വലിയ ഒരു പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല. അവര് അപ്പോഴും ഇങ്ങനെ വായി നോക്കിയിരിക്കുന്ന ഒരവസ്ഥയിലാവുള്ളത്. ശരിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കത് എൻ്റെ ഒരു വലിയ ഉദാഹരണം എനിക്ക് പറയാനൊക്കെ വെച്ചാൽ യുനോ ഞാൻ ആ ഒരു 17ാമത്തെ വയസ്സ് മുതൽ ഞാൻ ആദ്യമായിട്ട് വചനത്തിലേക്ക് കടക്കുന്നത്, രക്ഷിക്കപ്പെട്ട ഈ കർത്താവിലേക്ക് വരുന്ന 17ാമത്തെ വയസ്സിൽ. എന്നാൽ 17ാമത്തെ വയസ്സ് മുതൽ സാക്ബറിന്റെ മെസ്സേജസ് അന്നൊക്കെ ഓഡിയോ കാസറ്റ്സ് ഒക്കെ ആയിരുന്നു. പിന്നീട് CD, പിന്നീട് ഓഡിയോ കാസറ്റ്സ്, DVD, CD, MP3. അത് ഇപ്പം പിന്നെ അതിൻ്റെ എല്ലാം കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ യൂട്യൂബിലോട്ട് എത്തി. അന്ന് ആ സമയത്തൊക്കെ ഓരോ സമയത്തും കോൺഫറൻസസിന് നമ്മൾ പോകുമ്പോഴും അല്ലാതെ മീറ്റിംഗ്സിന് അറ്റൻഡ് ചെയ്യുമ്പോഴും ഒക്കെ വചനം പറയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് നോട്ട്ബുക്കിൽ എടുത്ത് എഴുതി അത് എടുത്ത് നോക്കി. ഈവൻ ബ്രദറിന്റെ നമ്മുടെ സ്വരങ്ങളുടെ ബ്രദറിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ ആ വേഴ്സ് റെഫറൻസസ് അപ്പം തന്നെ എടുത്ത് ബൈബിൾ എടുത്ത് നോക്കുകയോ അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്തതിന്റെ ഗുണം അത് ഇപ്പോഴാണ് അത് റീപ്പ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്ക് അപ്പം അത്രമാത്രം ആ വചനത്തോട് പരിചയമാകാനും വചനം ഇന്നടുത്തുണ്ട്. അപ്പം നമുക്ക് പിന്നെ നമ്മളത് വായിക്കുമ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് അത് ചെല്ലാനും ഒക്കെ എന്നെ അത് പേഴ്സണലായിട്ട് ഇന്ന് പലരും വചനം എങ്ങനെ ഓർത്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ വലിയൊരു കടപ്പാട് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു മെസ്സേജസ് ഒക്കെ കേൾക്കുമ്പോഴും എല്ലാം എന്തായാലും നമ്മൾ മെസ്സേജ് കേൾക്കാനായിട്ട് മെനക്കെട്ടിരിക്കുന്നു. അപ്പം ആ സമയത്ത് നമ്മളങ്ങ് ഹോട്ട് ഹാർട്ടഡ് ആയിട്ട് വചനമൊക്കെ എടുത്ത് നോക്കി എഴുതി എല്ലാം അങ്ങ് ചെയ്യുവാണെങ്കിൽ അത് ആ സമയം നമ്മൾ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് റിഡീം ദ ടൈം ഫോർ ദ ഡേയ്സ് ആർ ഈവിൾ. ഇപ്പം കർത്താവിന്റെ വരവിന് ഏറ്റവും അടുത്തു. ഡേയ്സ് ആർ ഈവിൾ, അത് ദുഷ്കാലം എന്ന് 1-ാം നൂറ്റാണ്ടിൽ അത് പറഞ്ഞെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ എത്ര ദുഷ്കാലമാണ്. ഞാൻ ഈ പറയുന്ന വാക്യം ഏതാ? എഫേസ്യർ 5:16 പറയുന്നത്. എഫേസ്യൻസ് 5:16. ഈവൻ സാക്രൻ ബ്രദർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ വേഴ്സ് പറയുമ്പോൾ അതിന്റെ റെഫറൻസ് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ആ വേഴ്സ് പെട്ടെന്ന് ബൈബിൾ എടുത്ത് കണ്ടുപിടിച്ച് എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ദറ്റ്സ് എ ഗ്രേറ്റ് മെന്റൽ എക്സസൈസ്. ആക്ച്വലി നമ്മുടെ ഒരു ബ്രെയിൻ എക്സസൈസ്. നമ്മൾ പെട്ടെന്ന് വചനം എടുത്ത് നോക്കി കണ്ടുപിടിച്ച് അത് ചിലപ്പോൾ ആ ബ്രദർ ചിലപ്പോൾ വേഴ്സ് അതിന്റെ റെഫറൻസ് പറയാതെ വേഴ്സിന്റെ കണ്ടന്റ് കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു നോട്ട്സ് ആയിട്ട് എഴുതുമ്പോൾ നോട്ട്സിൽ ഞാൻ ആ വേഴ്സ് റെഫറൻസ് ആയിരിക്കും എഴുതി വെക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ശരിക്കും അത് അത് ഇന്ന് വചനം സംസാരിക്കാനും ഒക്കെ അത് എത്രമാത്രം അത് അത് വചനം സംസാരിക്കാൻ അത്രയും ഒരു എഫർട്ട്ലെസ് ആയിട്ട് വചനങ്ങള് ഓർത്ത് പറയാനൊക്കെ ദൈവത്തിന്റെ ഒരു കൃപ ഉള്ളത്. അതിന്റെ പിന്നിലൊരു അധ്വാനം എന്ന് പറഞ്ഞാൽ അതൊരു എനിക്കൊരു അധ്വാനമായിട്ട് ഇത് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്കത് വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. അത് ഒരിക്കലും സ്വയത്തിന്റെ അധ്വാനമല്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആ വലിയൊരു വചനത്തോടൊരു ആക്രാന്തം അല്ലെങ്കിൽ വലിയൊരു ആവേശം തരുമ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഈ വചനത്തെ നമ്മളങ്ങ് കർത്താവിനെ സ്നേഹിക്കുമ്പോൾ വചനം തന്നെ കർത്താവ് തന്നെയാണ് വചനത്തെ സ്നേഹിക്കാനും ഈ വചനത്തെ മുറുകെ പിടിക്കാനും അത് എഴുതി വെക്കുകയും അടയാളപ്പെടുത്തുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. നമുക്കത് മറ്റുള്ളവർക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വരെ പല ആവശ്യത്തിലിരിക്കുന്ന അനേകർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും വേഴ്സ് ഇപ്പം അവിശ്വാസികളോട് നമ്മൾ വേഴ്സ് കോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എങ്കിലും ആ വചനത്തിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മളെ ഗൈഡ് ചെയ്യും. അതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഐ ബിലീവ് നിങ്ങളുടെ മിക്കവരുടെയും അത് അനുഭവം ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാവരുടെയും അനുഭവം ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതുകൊണ്ട് അപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ എഫേസ്യൻസ് 5:16 എന്ന് പറഞ്ഞു. എന്താ റിഡീം ദ ടൈം, കാലം ദുഷ്കാലമാകയാൽ നിങ്ങളുടെ സമയത്തെ പ്രയോജനപ്പെടുത്തുവിൻ എന്നുള്ള ആ ഒരു വാക്ക് ശരിക്കും മേക്ക് മോസ്റ്റ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി എന്ന് NASB പറയുന്നത്. പക്ഷെ NASB അവിടെ ശരിക്കും പറഞ്ഞാൽ NASB വളരെ ലിറ്ററൽ പരിഭാഷയാണെന്നാണ്, മോസ്റ്റ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആയിട്ടാണ് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ അറിയപ്പെടുന്നത്. പക്ഷെ എങ്കിൽ പോലും ചിലയിടങ്ങളിലൊക്കെ അവർ കുറച്ചൊരു പാരഫ്രൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു എഫേസ്യർ 5:16 ഇപ്പം മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് യുവർ ടൈം ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൾ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ഉപയോഗിച്ചുകൊള്ളുവിന സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഗ്രീക്കിൽ നമ്മൾ NKJV നോക്കുകയാണെങ്കിൽ റിഡീം യുവർ ടൈം എന്ന് കാണും. NKJV ട്രാൻസ്ലേഷന് വളരെ നല്ലൊരു ട്രാൻസ്ലേഷന്. പക്ഷേ അതിനകത്ത് കുറവുകളില്ല എന്നുള്ളതല്ല, എന്നാൽ റിഡീം അത് ശരിക്കും ലിറ്ററൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷനാണ്. റിഡീം ദ ടൈം. എക്സാഗ്രോത്സോ എന്ന് പറഞ്ഞൊരു വാക്കാണ് എക്സാഗ്രോത്സോ എന്ന് പറഞ്ഞാൽ റിഡീം എന്ന ആ വാക്കിന്റെ അർത്ഥം.
റിഡീം ബൈ പേയിങ് എ പ്രൈസ്, ഒരു വില കൊടുത്ത് വീണ്ടെടുക്കുന്ന. ഇപ്പൊ നമ്മൾ അടിമച്ചന്തയിൽ ചെന്ന് അടിമയ്ക്കുള്ള വില കൊടുത്ത് വീണ്ടെടുക്കുന്ന ഒരു നമ്മുടെ കർത്താവിന്റെ രക്തമാകുന്ന വില കൊടുത്ത് നമ്മൾ വീണ്ടെടുത്തു. ആ എക്സാഗ്രോത്സോ ആ വാക്കാണ് നമ്മുടെ സമയത്തെ നമ്മൾ വീണ്ടെടുക്കാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രബോധനമാണ്. ഇന്ന് എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ന്യൂജൻ കാലത്ത് റീൽസും ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റോ ബാക്കി യൂട്യൂബോ വാട്സപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഈ സമയത്തെ ആരാ ഇതെല്ലാം സമയം ഇൻസ്റ്റഗ്രാമിന്റെയും യൂട്യൂബിന്റെയും വാട്സപ്പിന്റെയും ഒക്കെ ബന്ധനത്തിലിരിക്കുകയാണ്, ചെങ്ങലകളിലിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെയൊക്കെ കരാളഹസ്തങ്ങളിൽ നിന്ന്, ശരിയാണ് ഈ യൂട്യൂബൊക്കെ ഓഫ്കോഴ്സ് നമുക്ക് വചനത്തിനായിട്ടും ഒക്കെ അത് യൂട്ടിലൈസ് ചെയ്യാവുന്ന, ഈവൻ വാട്സപ്പും എല്ലാം നമുക്കറിയാം. ഇതിനകത്ത് എല്ലാവരും നല്ല വശങ്ങളും ഉണ്ട്, നമുക്ക് കർത്താവിൻ്റെ സാക്ഷിയാകാനും അനേക വചനം പങ്കുവെക്കാനും എല്ലാത്തിനും എല്ലാം ഇതെല്ലാം ഉപയോഗപ്പെടുന്നത്. പക്ഷേ ഇത് നമ്മളെ അങ്ങ് ഗ്രസിച്ച് നമ്മളുടെ സമയത്തെ അങ്ങ് നമ്മളുടെ ആ ഒരു ജഡത്തിന്റെ ആ ഒരു എന്താ അതിൻ്റെ ഒരു കെട്ടിലേക്ക് ഈ സമയമൊക്കെ അങ്ങ് പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. പക്ഷേ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ളൊരു വാള ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചങ്ങല, ഇപ്പൊ ഈ ചങ്ങലയിൽ കെട്ടപ്പെട്ടിരിക്കുക യൂട്യൂബും ഇൻസ്റ്റഗ്രാമും പിന്നെന്താ ബാക്കി വാട്സപ്പും ബാക്കി അതുപോലെയൊക്കെയുള്ള വേറെ പല പല നമ്മളുടേതായ ആലസ്യങ്ങളും അലസതകളും വിമുഖതകളും ബാക്കി അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് സമയം ഇങ്ങനെ കെട്ടപ്പെട്ടിരിക്കുകയാണ്, സമയം ഇങ്ങനെ ബന്ധിതമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് നമുക്ക് ഈ ചെങ്ങല എല്ലാം കൂടെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു വാള് തന്നിട്ടുണ്ട്. എന്തുവാ? വചനമാകുന്ന വാള്. ആ വചനത്തിലൊരു ജ്വാലയുള്ള വചനമാണ്. പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വാള് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി 3:24. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ അത് പിന്നെയൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. ആ ജ്വാലയുള്ള വചനമാകുന്ന വാള്, പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള അഭിഷേകമുള്ള വചനമാകുന്ന വാള് വെച്ചാണ് ഈ ജഡത്തിന്റെ കെട്ടുകളെയൊക്കെ അഴിച്ച് സമയത്തെ നമ്മൾ റിഡീം ചെയ്തത് കർത്താവിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കണം എന്നല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്യുക. കൊളോസർ 3:23-24 ഏതാ പറയുന്നത്? വാട്ട് എവർ യു ഡു ഇറ്റ് അസ് അൺടു ദി ലോർഡ്. അപ്പൊ ഞാൻ ഈ വചനം പറയുമ്പോൾ പെട്ടെന്ന് ആ കൊളോസർ 3:23-24 നിങ്ങളുടെ നോട്ട്ബുക്കിൽ എത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് പറയുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് എഴുതി വെക്കുന്നതുകൊണ്ട് യാതൊരു ദോഷമില്ല. പേന തീർന്നു പോയി, ഞാൻ ആർക്കെങ്കിലും പേനയുടെ റീഫിൽ തീർന്നു പോയെങ്കിൽ, ഈ ബ്രദർ പറഞ്ഞ ഇത്ര വചനം പറഞ്ഞുകൊണ്ട് എൻ്റെ പേനയുടെ റീഫിൽ തീർന്നു പോയി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേനയുടെ റീഫിൽ എത്ര അല്ലെങ്കിൽ പേന തന്നെ എത്ര വേണമെങ്കിലും വാങ്ങിച്ചു തരാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും അതൊരു ഇങ്ങനെ വൃഥാ വ്യായാമമല്ല. അതിനകത്ത് നമ്മളൊരു വേഴ്സ് റെഫറൻസ് പറയുമ്പോൾ കൊളോസിയൻസ് 3:23-24 വാട്ട് എവർ യു ഡു ഇറ്റ് അസ് അൺടു ദി ലോർഡ്. എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്യുവിൻ എന്നൊരു വേഴ്സ് വചനം സംസാരിക്കുന്ന ഒരു സഹോദരൻ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ വേണമെന്നില്ല, ബാക്കിയുള്ള സഹോദരങ്ങൾ വചനം ഷെയർ ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ആ സഹോദരങ്ങൾ വചനം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് നമ്മളങ്ങ് എഴുതിയെടുക്കുന്നു. നമ്മുടെ നോട്ട്ബുക്കിലെ ഡയറിയിൽ പെട്ടെന്ന് തന്നെ നമ്മളതങ്ങ് എഴുതിയെടുക്കുന്നു. പിന്നെ പറ്റുന്ന പോലെ ആ ഒരു പറയുന്ന സ്പീഡ് അനുസരിച്ചും പറയുന്നതിനനുസരിച്ച് നമുക്ക് ആ വേഴ്സ് റെഫറൻസും ഒക്കെ നോക്കാം, അതിന്റെ സമയത്തിന് അനുസരിച്ച് നോക്കുകയൊക്കെ ചെയ്യാം. പാസിംഗ് ആയിട്ട് പറയുന്ന റെഫറൻസസ് ഉണ്ട്, അല്ലാതെ നമ്മൾ ആക്റ്റീവായിട്ട് പറയുന്ന റെഫറൻസസ്. പാസിംഗ് ആയിട്ട് പറയുന്ന റെഫറൻസ് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകും, എല്ലാം കൂടെ നോക്കുക നിന്ന സമയമില്ലാത്തതുകൊണ്ട്. എന്നാൽ ആക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്തുകൊണ്ട് പറയുന്ന റെഫറൻസസ് ഉണ്ട്. ആക്റ്റീവ് റെഫറൻസസ് എന്തായാലും എടുക്കണം, പാസീവ് റെഫറൻസസും പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് എടുക്കുന്നതുകൊണ്ട് ദോഷമില്ല. എന്ന് വെച്ചാൽ അത് നമുക്ക് വചനം കൂടുതൽ പരിചയമാകാൻ അത് സഹായിക്കും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഈ സമയം നമ്മൾ കർത്താവിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാണ്, അടുക്കള ജോലിയുണ്ട്, പാടത്തും പറമ്പത്തും അല്ലെങ്കിൽ ഓഫീസിലും ഫാക്ടറിയിലും ക്ലിനിക്കിലും ഡ്രൈവ് ചെയ്യാനും അങ്ങനെ യാത്ര ചെയ്യാനും ബസ്സിൽ പോകാനും കടയിൽ പോകാനും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ശരിയാണ്. നമുക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. നമ്മൾ 24 മണിക്കൂർ മുട്ടുമടക്കി ബൈബിൾ വായിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മളാരും അങ്ങനെ ചെയ്യുന്നവരും അല്ല, അങ്ങനെ ചെയ്യുന്ന കർത്താവ് അങ്ങനെയല്ല ചെയ്ത് പ്രായോഗികം എല്ലാം നമുക്കറിയാം. കർത്താവ് തച്ചനായിട്ട് വർക്ക് ചെയ്തു എല്ലാം ശരി തന്നെ. പക്ഷെ നമ്മളെന്താ കർത്താവിന് എന്നവണ്ണം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ കർത്താവിന് എന്നവണ്ണം ചെയ്യുന്നു. അത് കൊളോസർ 3:23-24 നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ സമയം എന്ത് ചെയ്താലും കർത്താവിനുള്ള ഒരു കൂട്ടായ്മയിൽ ആ കാര്യങ്ങൾ കാണുവാനും ചെയ്യുവാനും ശരിയാണ്. നമുക്ക് പത്രം വായിക്കണം, ന്യൂസ് നോക്കണം, എന്താ നടക്കുന്നതെന്ന് അറിയണം, ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയണം. നമ്മളുടെ കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവിനോട് ഭാര്യയോട് ഉത്തരവാദിത്തങ്ങൾ, അപ്പനമ്മമാരുള്ള ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ചെയ്യണം. എല്ലാം നമ്മളെന്തോ സ്വർഗത്തിൽ അങ്ങ് ജീവിക്കുന്നു, ഭൂമിയിലുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മൂഢസ്വർഗമാണ്. അത് യഥാർത്ഥത്തിൽ കർത്താവാണ് ഏറ്റവും അധികം സ്വർഗീയനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന്. ഏറ്റവും അധികം ഭൂമിക്ക് നന്മ ചെയ്തുകൊണ്ട് പ്രയോജനം ചെയ്തുകൊണ്ട് ജീവിച്ചവനും കർത്താവാണ്. അതാണ് അതിന്റെ ബാലൻസ്. അപ്പം പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ഭൂമിയിലുള്ള പല കാര്യങ്ങളിലും എല്ലാം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പക്ഷേ നമ്മളെന്താ ഈ സമയത്തെ നമ്മളെ അത്
റിഡീം ചെയ്യണം, വീണ്ടെടുക്കണം. തക്കത്തിൽ സമയത്തെ വീണ്ടെടുക്കുവിൻ എന്നാണ് എൻ്റെ ഒരു ആക്ഷരികമായ ഒരു ട്രാൻസ്ലേഷൻ വേണ്ടത്. എന്നുവെച്ചാൽ ആ ഒരു ബന്ധനത്തിൽ നിന്ന് വചനമാകുന്ന വാളുകൊണ്ട് നമ്മളെ ജഡത്തിന്റെ ലോകത്തിന്റെ പിശാചിന്റെ കെട്ടിൽ നിന്ന് നമ്മുടെ സമയത്തെ വീണ്ടെടുത്തത് കർത്താവാണ്. നമുക്ക് സമയം തന്നത് കർത്താവിനായിട്ട് നമ്മളങ്ങ് കൊടുക്കുന്നു. കർത്താവ് എൻ്റെ 24 മണിക്കൂറും, എൻ്റെ 7 ദിവസവും, എൻ്റെ 12 മാസവും, അല്ലെങ്കിൽ 52 ആഴ്ചകളും, എല്ലാ വർഷങ്ങളും എല്ലാം കർത്താവ് അവിടുത്തേതാണെന്ന് പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. പിന്നെ നമുക്ക് വീണു പോകാം. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് കുറച്ച് പിന്നീടായിരിക്കും ഇത് അത്ര ടൈം വേസ്റ്റ് ആയി പോയി എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ദൈവം കൺവിക്ട് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് നമ്മൾ മാനസാന്തരപ്പെടാം. ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അതിലൊന്നും നമ്മൾ കുറ്റബോധത്തിൽ ആയിപ്പോകേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും വീണ്ടും എഴുന്നേറ്റൊക്കെ പോകുന്നവരാണ്. പക്ഷെ നമുക്ക് വി ക്യാൻ പ്രസ് ഓൺ ടു പെർഫെക്ഷൻ. ആ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് ആയാം. എവിടെ പൂർണ്ണതയിലേക്ക് ആയാം എന്ന് പറയുന്നത് എബ്രായർ 6:1 വാക്യത്തില്ല. പരിജ്ഞാന പൂർത്തിയിലേക്ക് ആയിക എന്ന് മലയാളത്തിൽ അതിന്റെ 2ാമത്തെ വാക്യത്തിലാണ് വരുന്നത്. എബ്രായർ 6:2 പരിജ്ഞാന പൂർത്തി എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് ചിലപ്പം ശരിക്കും മനസ്സിലാവത്തില്ല. സത്യവേദ പുസ്തകത്തിലെ പരിഭാഷ പരിജ്ഞാന പൂർത്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ടെലിയോട്ടസ് എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് പൂർണ്ണത, കംപ്ലീഷൻ, പെർഫെക്ഷൻ, മെച്യൂരിറ്റി, അങ്ങനെയാണ് അതിൻ്റെ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള പരിഭാഷ. ആ ഒരു കർത്താവിൻ്റെ പൂർണ്ണതയിലേക്ക് ആയിക. അപ്പം ഞാനീ പറഞ്ഞു വന്നത് എന്താ, 3 തരത്തിലുള്ള ലൈറ്റിനെ കുറിച്ച് എവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തിരിച്ച് എങ്ങോട്ടെത്തി? വെളിപാട് പുസ്തകം 22 അധ്യായത്തിൽ നമ്മളുള്ളത്. അതിൽ 3 തരത്തിലുള്ള ലൈറ്റിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ മെസ്സേജസിലും പറഞ്ഞായിരുന്നു. എന്താ? ഇനി രാത്രി ഉണ്ടാവുകയില്ല, 5ാമത്തെ വാക്യം. നമ്മുടെ ബൈബിളിന്റെ അവസാനത്തെ താള് തന്നെ ആയിരിക്കും മിക്കവാറും. എന്താ? ഇനി രാത്രി ഉണ്ടാവുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ പ്രകാശമായിരിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്ക് രാജാക്കന്മാരായിരിക്കും. അപ്പം യഥാർത്ഥത്തിൽ രാജാക്കന്മാരായിരിക്കുന്നവർക്ക്, യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് രാജാക്കന്മാരായിരിക്കുന്നവർക്ക് ആരായിരിക്കും വെളിച്ചം? ദൈവം തന്നെ ആയിരിക്കും. ആരാ? യേശു കർത്താവ് തന്നെ ആയിരിക്കും വെളിച്ചം. പിന്നെ വേറെ 2 തരത്തിലുള്ള വെളിച്ചം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ. നമ്മളത് പറഞ്ഞു. നമ്മൾ എപ്പോഴും പറയുമ്പം പൂച്ച എങ്ങനെ വീണാലും ഇങ്ങനെ 4 കാലയിൽ എന്ന് പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞാലും നമ്മുടെ ഈ സഹോദരൻ എങ്ങോട്ട് പോകും? സമാഗമന കൂടാരത്തിലോട്ട് പോകും. സമാഗമന കൂടാരത്തിൽ ആക്ച്വലി ഈ ഒരു 3 തലം പറയുന്നുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ എന്തായിരുന്നു വെളിച്ചം എന്ന് വെച്ചാൽ നാച്ചുറൽ സൺലൈറ്റ്, സൂര്യപ്രകാശമായിരുന്നു. രാത്രിയിൽ ചന്ദ്രന്റെ വെളിച്ചമായിരുന്നു പ്രാകാരത്തിലുള്ള വെളിച്ചം. എന്നാൽ വിശുദ്ധ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ, അപ്പൊ ആ പ്രാകാരത്തിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകക്കാര് പോലെയുള്ള നമ്മളുടെ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് യുക്തിയിൽ മാത്രം നമ്മൾ യുക്തി ഉപയോഗിക്കേണ്ടതല്ല. യുക്തി നമുക്ക് ഉപയോഗിക്കണം. തീർച്ചയായിട്ടും യുക്തി തന്നത് പിശാചല്ല, കർത്താവ് തന്നെ. അതുകൊണ്ട് യുക്തി നമ്മൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാനുള്ളത്. പക്ഷേ അത് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിനായിരിക്കും നമ്മുടെ യുക്തി ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. യുക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് എവിടെ പറയുന്നത്? സദൃശ്യവാക്യം 3:5-6 വാക്യങ്ങളിൽ പറയുന്നത് അല്ലേ? ഡു നോട്ട് ലീൻ ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിംഗ്, trust in the Lord with all your heart, do not lean upon your own understanding, in all your ways acknowledge him and he will make your paths straight. അതാ നമ്മുടെ സദൃശ്യവാക്യം 3 Proverbs 3:5-6 വായിക്കുന്നത്. സോ കർത്താവിൽ പൂർണ്ണതയോടെ നമ്മൾ ആശ്രയിക്കുന്നു. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം വിവേകം ഉപയോഗിക്കരുതെന്നല്ല, ഊന്നരുത്. വചനം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്വന്തം വിവേകം നമ്മളിപ്പം ബൈബിള് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനൊക്കെ നമ്മളുടെ ബുദ്ധിശക്തി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു മനസ്സ്, അത് മനസ്സിലാക്കാൻ, അതിൻ്റെ കാര്യങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത് മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു സ്വന്തം വിവേകം വേണം. അത് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മൾ അതിലല്ല ആശ്രയിക്കുന്നേ, മറിച്ച് കർത്താവിൽ ആശ്രയിക്കുന്നേ. അപ്പൊ നമുക്കിപ്പം നമ്മളുടെ സെക്കുലർ ആയിട്ടുള്ള, ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്, എൻട്രൻസിനും ബാക്കി ഡിഗ്രിക്കും +2-നൊക്കെ പഠിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ എന്ത് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ അവിടെ സെക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളായാലും ആത്മീയമായിട്ടുള്ള കാര്യത്തിലൊക്കെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ദൈവം നമുക്ക് ബുദ്ധിശക്തി തന്നിട്ടുണ്ട്, നമ്മളുടെ വിവേകം തന്നിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്നാൽ അതിലെല്ലാം നമ്മുടെ ആശ്രയം യേശുവിൽ. യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. അപ്പൊ നമ്മുടെ ആശ്രയം എവിടെ? കർത്താവില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കർത്താവ് തന്നെ നമ്മുടെ വെളിച്ചം. അതിവിശുദ്ധ സ്ഥലത്ത് ആരായിരിക്കും വെളിച്ചം? യേശു തന്നെ ആയിരിക്കും. അപ്പം പ്രാകാരത്തിൽ നാച്ചുറൽ ലൈറ്റ്, സൺലൈറ്റ്. വിശുദ്ധ സ്ഥലത്ത് വിളക്ക്. അത് അവിടെ നമ്മൾ വായിക്കുന്നത് വിളക്കിന്റെ വെളിച്ചമോ. എത്ര കൃത്യമായിട്ട് സമാഗമന കൂടാരം ഇവിടെ വിളിച്ചിരിക്കുന്നതെന്നാണ്. സദൃശ്യവാക്യം 22:5 സമാഗമന കൂടാരം ടാബർനാക്കിൾ വിളിച്ചിരിപ്പുണ്ട്. എന്താ? പ്രാകാരവും എന്നുവെച്ചാൽ ദൈവത്തിന്റെ വചനം എത്ര ഇത് പ്രാകാരം അതിവിശുദ്ധ സ്ഥലങ്ങൾ മോശയൊക്കെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതി. യോഹന്നാന് ഇവിടെ 1-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലെ 90-96 AD-യിലൊക്കെയാണ്
ഇവിടെ ഈ വെളിപാട് പുസ്തകം എഴുതുന്നതെങ്കിലും അത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായതുകൊണ്ട്, ദൈവനിശ്വാസീയമായതുകൊണ്ട്, ദൈവത്തിന്റെ ശ്വാസം ഇതിനകത്തുണ്ട് എന്നൊക്കെ നമ്മൾ 2 തിമോഥെയോസ് 3:16-17 നമ്മൾ കേട്ടു. തിയോനോസ്റ്റോസ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അത് ദൈവത്തിന്റെ ശ്വാസം ഉള്ളത് കൊണ്ട് ദൈവമാണ് ഓരോ വൊക്കാബുലറി. ഒരുപക്ഷെ ഇത് എഴുതുന്ന ആള് തന്നെ അന്ന് എഴുതുന്നവർക്ക് തന്നെ എല്ലാത്തിൻ്റെയും ഒരു ഹോൾസം പിക്ചർ കണ്ടു തന്നെ എഴുതണമെന്ന് തന്നെ ഇല്ല. അവര് പരിശുദ്ധാത്മാവ് തന്ന വാക്കുകൾ ഉപയോഗിച്ചങ്ങ് എഴുതി. പക്ഷേ എന്നാൽ അത് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളായതുകൊണ്ട് അതിനത്രയും ആഴമുണ്ട്. ചില അവിടെ സൂര്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് പ്രാകാരം, വിളക്ക് എന്ന് പറഞ്ഞാൽ നിലവിളക്ക്, സുവർണ്ണ നിലവിളക്ക് ഉണ്ടായിരുന്നു. മെനോറ എന്ന അവര് എബ്രായ ഭാഷയിൽ ആ സുവർണ്ണ നിലവിളക്കിന് പറയുന്നത്, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്. അത് വിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പം വിശുദ്ധ സ്ഥലത്ത് അത് വിളക്കിന്റെ വെളിച്ചമായിരുന്നു, നിലവിളക്കിന്റെ വെളിച്ചമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് വചനത്തിന്റെ പഠിപ്പീലുകളിന്റെ വചനത്തിന്റെ ടീച്ചിങ് ഓഫ് ഗോഡ്സ് വേർഡിന്റെ വെളിച്ചമെന്ന് പറയാം. ഞാൻ ഇന്ന് തന്നെ ഞാൻ ആ ഒരു സാക്ബറിന്റെ ഒരു മീനിങ് ഓഫ് ദി ടാബർനാക്കിൾ എന്ന് പറഞ്ഞൊരു ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നമ്മുടെ cfcindia.com പോയാൽ, നമ്മുടെ CFCയുടെ സൈറ്റിലോട്ട് പോയാൽ അവിടെ മീനിങ് ഓഫ് ദി ടാബർനാക്കിൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് ആ ഒരു ഏതോ ഒരു വർഷത്തെ 2000-ലെയോ മറ്റോ ഉള്ള ഒരു ബാംഗ്ലൂർ കോൺഫറൻസിന് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിട്ട്, ഞാൻ അറ്റൻഡ് ചെയ്ത കോൺഫറൻസ് അല്ല, എന്ന് ഞാനൊക്കെ ബാംഗ്ലൂർ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തതിന് മുമ്പേ നടന്നൊരു ബാംഗ്ലൂർ കോൺഫറൻസ് എന്നാണ് എനിക്ക് മനസ്സിലായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000-ലെ മറ്റോ. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ബാംഗ്ലൂർ കോൺഫറൻസിനും എടുത്ത സീരീസ് ഓഫ് സെഷൻസിൻ്റെ ഒരു ലേഖനമായിട്ടാക്കിയിരിക്കും അതിനകത്ത്. അപ്പം അതിനകത്ത് ഈ ടാബർനാക്കിളിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് സിമ്പിളായിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അവസാനം ആ ഒരു 3 ലെവൽസ് ഓഫ് എന്ന് പറഞ്ഞ് ഒരു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് 3 ലെവൽസ് ഓഫ് ലൈറ്റ് പറയുന്നുണ്ട്. അപ്പോൾ 3 ലെവൽസ് ഓഫ് ലൈറ്റാണ് നമ്മളിപ്പം വായിച്ച കാര്യങ്ങൾ. അതിനകത്ത് 3 ലെവൽസ് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ് പറയുന്നുണ്ട്. 30 മേനി, 60 മേനി, 100 മേനി. നമ്മൾ ഈ പറയുന്ന കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. പിന്നെ 3 ലെവൽസ് ഓഫ് മെച്യൂരിറ്റി, ബേബ്സ്, യങ്മെൻ, ഫാദേഴ്സ്. അതായത് ശിശുക്കൾ, യൗവനക്കാർ, പിതാക്കന്മാർ. നമ്മൾ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിലൊക്കെ ആ ഒരു 3 കാറ്റഗറി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പം പോകുന്നില്ല. നമുക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. എന്താ 1 യോഹന്നാൻ 2-ന്റെ 13-14 വാക്യങ്ങളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഇതിലുള്ള 3 ലെവൽസ് ഓഫ് ലൈറ്റ്, 3 നമുക്കുള്ള വെളിച്ചം 3 തരത്തിലുണ്ടായിരുന്നു. അപ്പം പ്രാകാരത്തില് നാച്ചുറൽ ലൈറ്റ് എന്ന് പറയാൻ നമ്മുടെ യുക്തിയിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതം. യുക്തി നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളതല്ല, അത് വിശുദ്ധ സ്ഥലത്തുള്ള ഒരു യുക്തി ഉപയോഗിക്കുന്നു. എന്നാൽ അവർ യുക്തിയിലല്ല ആശ്രയിക്കുന്നത്, കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നത്. എന്നാൽ പ്രാകാരത്തിലുള്ളവർ അവര് യുക്തിയിൽ ആശ്രയിക്കുന്നു. യുക്തി എന്ത് പറയുന്നു? ഇതെന്തായിരിക്കും, ഇത് നല്ലതാണ്, ഇത് കാണാൻ നല്ലതാണ്, വിശപ്പടക്കാൻ നല്ലതാണ്, ജ്ഞാനിയാക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ഹവാമച്ച് ചെന്ന് പഴം പറിച്ച് തിന്നു ഇല്ലേ? അതാ പറ്റിപ്പോയി. എല്ലാം യുക്തിയിൽ ആശ്രയിച്ച് അവിടെ നോക്കിയപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. അപ്പം പിന്നെ ഇതിനെന്താ തടസ്സം? ഇതാണ്ട് ഇലക്ട്രിക് ഫെൻസ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല, ഷോക്ക് അടിക്കുന്നൊന്നുമില്ല, ചെന്ന് തൊട്ട് നോക്കിയൊന്നും കുഴപ്പമില്ല, ഷോക്കൊന്നുമില്ല. അപ്പം പിന്നെ കടിച്ചു പറിച്ച് തിന്ന് ആദാം അപ്പച്ചനും കൂടെ കൊടുത്തു. എല്ലാവരും കൂടെ, രണ്ടുപേരും കൂടെ എല്ലാം കുട്ടിച്ചോറാക്കി എന്ന് പറഞ്ഞാൽ പാപം മനുഷ്യരാശിയിലേക്ക് വന്നു. അപ്പോൾ യുക്തി, അതാ പ്രാകാരത്തുള്ളൊരു യുക്തി. ചില ലോകക്കാർ ജീവിക്കുന്നത് പോലെ ഏതാ നല്ലത്, നന്മതിന്മകളുടെ വൃക്ഷം അനുസരിച്ചുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ലോകക്കാരെങ്ങനെ ജീവിക്കുന്നത്? ഇതെനിക്ക് നല്ലതായിരിക്കും, ഇത് അവരുടെ സെൽഫിഷ്, അവര് തന്നെ രാജാക്കന്മാര്, അവര് സെൽഫാണ് രാജാവ്, സ്വയമാണ് രാജാവ്. അവര് സ്വയമായിട്ട് തീരുമാനിക്കുന്ന, അവരുടെ യുക്തി അനുസരിച്ച് പല കാര്യങ്ങളും തീരുമാനിക്കുന്നു. എന്നാൽ പുറമെ വലിയ കുഴപ്പമില്ലാത്ത ജീവിതം, എന്നാൽ ജഡികരായിട്ടുള്ള ലോകപ്രകാരമുള്ള ലൗകികരായിട്ടുള്ള വിശ്വാസികൾ എന്ന് പറയാം. എന്നാൽ കുറച്ചുകൂടി വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പം അത് നിലവിളക്കിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ അത് ടീച്ചിങ് ഓഫ് ഗോഡ്സ് വേർഡ്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ആ വേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, ഈ വേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. അപ്പം വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാനങ്ങ് സിനിമ കാണരുത്, വചനത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? വചനത്തിൽ സിനിമ കാണരുതെന്ന് എഴുതിയിട്ടില്ല, അപ്പം പിന്നെ എനിക്ക് സിനിമ കാണാം എന്ന് പറയുന്ന ആൾക്ക് എന്ന് പറയുന്ന ബിരുദന്മാരുണ്ട്. സിഗരറ്റ് വലിക്കുന്ന വചനത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അന്ന് സിഗരറ്റ് ഇല്ലല്ലോ. ആ വചനത്തിന്റെ വചനത്തിന്റെ പഠിപ്പീലുകൾ മാത്രം ആ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാനങ്ങ് അനുസരിക്കാം എന്ന് പറയുന്നൊരു തരം. ശരിക്കും പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നത് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുന്ന 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അത് വേറെ കാര്യം. സിനിമ കാണരുതെന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്തിനോട് ചങ്ങാതി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാണെന്ന് യാക്കോബ് 4:4 എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വേഴ്സ് റെഫറൻസ് ഒക്കെ കിട്ടിയോ? യാക്കോബ് 4:4, പിന്നെ 1 കൊരിന്ത്യൻസ് 3:16-17, 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ. അപ്പം
അപ്പൊ അതൊക്കെ വചനത്തിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ കൂടുതൽ ഈ ഒരു വചനത്തിന്റെ ഒരു ലെറ്റർ അനുസരിച്ച് വചനത്തിന്റെ പഠിപ്പീലുകൾ അവർക്ക് യേശുവിനെ അങ്ങ് വ്യക്തിപരമായിട്ട് അങ്ങനെ അങ്ങ് അറിയത്തില്ല. മറിച്ച് വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വചനം ഇങ്ങനെ തലനാരിഴ കീറി മുറിച്ച് അത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തർക്കിക്കും വധിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു വചനം ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റേതിനെക്കാട്ടി ഭേദം വചനത്തിന്റെ പാറ്റേൺ അനുസരിച്ചൊക്കെ പോകാനൊക്കെ അവർ ഉത്സാഹിക്കുന്നത് നല്ല കാര്യം. എന്നാ അതിലും ഉപരിയായിട്ട് ഈ വചനം ജഡമായി തീർന്ന കർത്താവ്, നമ്മള് പഴയ നിയമത്തില് വചനമാണ് നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് എവിടെ വായിക്കുന്നേ? 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യത്തില്, Psalm 119, 105 ദൈ വേർഡ് ഇസ് എ ലാമ്പ് അൺടു മൈ ഫീറ്റ് ആൻഡ് ലൈറ്റ് അൺടു മൈ പാത്ത് എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം അന്ന് എഴുതപ്പെട്ട വചനമായിരുന്നു. ആ എഴുതപ്പെട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നത് നല്ല കാര്യമായും അത് യുക്തിക്ക് അനുസരിച്ച് ലോകപ്രകാരമൊക്കെ ജീവിക്കുന്നതിന് അനുസരിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഭേദം. എന്നാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ വചനം ജഡമായി തീർന്നു. യോഹന്നാൻ 1:14 എന്താ നമ്മൾ വായിക്കുന്നത്? വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം ഒരു ഇന്ന് വചനം ആരാ? വചനം എന്ന് പറയുമ്പോൾ ബൈബിളിൽ എഴുതപ്പെട്ട വചനം നല്ലത് തന്നെ, നമ്മളത് ഏറ്റവും ബഹുമാനത്തോടെ കാണുന്നു. എന്നാൽ ആ വചനം ഒരു മനുഷ്യ അവതാരം എടുത്ത് കർത്താവ് എന്താ വചനം ജഡമായി തീർന്നു നിന്ന എനിക്കൊരു മുൻമാതൃകയായിട്ട് ഈ കർത്താവ് ഇവിടെ ഉണ്ട്. അപ്പം ഓരോ കാര്യവും ആ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ എനിക്കത് ചെയ്യാൻ പറ്റൂ. പരിശുദ്ധാത്മാവ് എനിക്ക് യേശുവിനെ കാണിച്ചു തരും. നമ്മളത് യോഹന്നാൻ 16:13 വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആ വാക്യം കണ്ടു അല്ലേ? ഹി വിൽ ടേക്ക് ഓഫ് മീ ആൻഡ് ഡിസ്ക്ലോസ് ഇറ്റ് ടു യു. പരിശുദ്ധാത്മാവ് അവൻ എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. കർത്താവിൻ്റെ മനോഭാവം ഇങ്ങനൊരു സാഹചര്യത്തിൽ യേശുവിൻ്റെ മനോഭാവം എന്തുമായിരിക്കും? യേശു എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? യേശു എങ്ങനെയായിരിക്കും ആ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്? യേശു എങ്ങനെയുള്ള വാക്കുകളായിരിക്കും പറയുന്നത്? യേശു എങ്ങനെയുള്ള പ്രവൃത്തികളായിരിക്കും കർത്താവ് ചെയ്യുന്നത്? അപ്പം ആ യേശുവിനെ നമ്മൾ കാണും. അതാ യേശു തന്നെ നമ്മൾക്ക്, അതാ നമ്മൾ ഈ പറയുന്നത്. അതാ അടിമദാസന്മാരുടെ കാര്യം ഈ പറയുന്നത്. അടിമദാസന്മാരെന്ന് എവിടെ എഴുതിയേക്കുന്നത്? 22 അധ്യായത്തിന്റെ 3 വാക്യത്തിന്റെ അവസാനം അതിൽ അവന്റെ ദാസന്മാർ എന്ന് പറയുമ്പോൾ ഡൂലോസ് എന്നുള്ള വാക്കാണ്. ഡിയോ എന്ന് പറഞ്ഞാൽ കെട്ടുക, ഡൂലോസ് എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടവൻ, കെട്ടപ്പെട്ട അടിമ അല്ലെങ്കിൽ അടിമദാസൻ, ബോൺ സെർവൻ അല്ലെങ്കിൽ ബോൺ സ്ലേവ്. ബോൺ സ്ലേവ് എന്ന് പറഞ്ഞ പദമാണ് ഏറ്റവും നല്ല ഒരു പദം. ബോൺ സെർവൻസ് എന്ന NASBയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ബോൺ സ്ലേവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കർത്താവിന്റെ അടിമദാസൻ. അപ്പൊ ആ അടിമദാസന്മാർ അവനെ ആരാധിക്കും. അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിമേലിരിക്കും. എവിടെ പറയുന്നേ? എൻ്റെ 4 വാക്യം. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എൻ്റെ രാത്രി ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചോളം ശരിയാണ്, നിത്യതയിൽ ഈ സൂര്യന്റെ വെളിച്ചവും പിന്നെ വിളക്കിന്റെ വെളിച്ചമൊന്നും ഇല്ല. ദൈവം തന്നെ ആയിരിക്കും എല്ലാവർക്കും വെളിച്ചം. പക്ഷെ എങ്കിലും അത് ഇന്ന് തന്നെ അനുഭവിക്കുന്നവരാരാന്ന് ചോദിച്ചാൽ എന്താ? ഈ അടിമദാസന്മാര്. അത് അവർക്ക് രാത്രി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ബാക്ക് സ്ലൈഡിങ് ഇല്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുട്ടിലേക്ക് പോകുന്നില്ല, മറിച്ച് എപ്പോഴും വെളിച്ചമാണ്. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് അവരുടെ മേൽ ആ മുഖപ്രകാശത്തിൽ അവർ ജീവിക്കുന്നത്. കർത്താവിന്റെ മുഖപ്രകാശത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ ആ ഒരു സങ്കീർത്തനത്തിലെ വാക്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഒത്തിരി വാക്യങ്ങളൊക്കെ അന്ന് കണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ കർത്താവിന്റെ മുഖപ്രകാശത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് വാക്യങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടായിരുന്നു. കർത്താവിന്റെ മുഖപ്രകാശത്തെ കുറിച്ച് ഞാൻ ഈ ഒരു വാക്യം മാത്രം ഒന്ന് എടുക്കാം. സങ്കീർത്തനം 89:89 അന്ന് നമ്മൾ എടുത്തായിരുന്നു, ഒരു മാസത്തിൽ കൂടുതലായി. 89 സങ്കീർത്തനത്തിന്റെ 15 വാക്യം. ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം, യഹോവേ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. കർത്താവിന്റെ മുഖപ്രകാശത്തിൽ നമ്മള് വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലായിരിക്കും, നമ്മുടെ പാടത്തായിരിക്കും, പറമ്പത്തായിരിക്കും, മുറ്റത്തായിരിക്കും, പറമ്പിലായിരിക്കും, കടയിലായിരിക്കും, സൂപ്പർ മാർക്കറ്റിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ യാത്രയിലായിരിക്കും. എവിടെ നമ്മൾ നടക്കുന്നേ? നമ്മളിവിടെ റോഡിൽ കൂടെ നടക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ മുഖപ്രകാശത്തിലാണ് നടക്കുന്നത്. നമ്മളിരുന്ന് ഒരു പൂജ്യമായിട്ട്, സീറോ ആയിട്ട് ദൈവമുമ്പാകെ താഴ്ത്തി കർത്താവിന്റെ ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവിന്റെ ആത്മാവിനെ നിറയപ്പെട്ട് നടക്കുവാണെങ്കിൽ അവിടെ നമ്മൾ കർത്താവിന്റെ മുഖപ്രകാശത്തിലാണ് നടക്കുന്നത്. അപ്പൊ അത് അവർ എന്താ? ജയഘോഷം അറിയുന്ന ജനം. ഹൗ ബ്ലെസ്ഡ് ആർ ദ പീപ്പിൾ ഹു നോ ദ ജോയ്ഫുൾ സൗണ്ട് എന്നാണ് വായിക്കുന്നത്. കർത്താവിന്റെ ജയഘോഷം, ദൈവത്തിന്റെ വ്രതന്മാരുടെ ജയഘോഷമൊക്കെ അറിയുന്ന ജനം ഭാഗ്യവാൻ. അത് കഴിഞ്ഞിട്ട് ജനത്തിന് ഭാഗ്യം, യഹോവേ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. ദേ വാക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് എ കൗണ്ടനൻസ്. കൗണ്ടനൻസ് എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ മുഖം എന്ന ആ വാക്കിന്റെ അർത്ഥം. കൗണ്ടനൻസ് ഫോർ ഫേസ്. പനിയും എന്നുള്ള ആ ഗ്രീക്ക് വാക്ക്. ആ പനിയും എന്നുള്ള വാക്കാണ് മുഖമെന്നും സാന്നിധ്യം എന്നും ഒക്കെ
ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു കാര്യം, അപ്പം അതാ ആ ഒരു വെളിച്ചമോ ആവശ്യമില്ല, എന്നേക്കും അവർ രാജാക്കന്മാരായിരിക്കും. അങ്ങനെ അങ്ങനെ കർത്താവിന് വെളിച്ചമായിരിക്കുന്നവരാണ് കർത്താവിൻ്റെ കൂടെ വാഴാൻ ഒക്കുന്നത്. വാഴാന്ന് പറഞ്ഞാൽ ആരുടെ മേലെ വാഴുന്ന കാര്യം പറയുന്നത്, നമ്മൾ ഇലക്ഷനൊക്കെ അടുത്തു എല്ലാവരുടെയും ആൾക്കാരുടെ മേലെ ഇന്ന നിയോജക മണ്ഡലത്തിൽ വാഴുന്ന കാര്യമൊക്കെയാണ് ഇന്ന് ഈ ലോകക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. ശരിയാണ്, നമ്മൾ ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്നവർ തന്നെ അധികാരത്തിൽ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ നമുക്ക് നമുക്ക് ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ശരിയാണ്, നമ്മൾ ദൈവം ജ്ഞാനം തരുന്ന പോലെ കാര്യങ്ങളെല്ലാം നമ്മളുടെ അവകാശമൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതൊക്കെ വിനിയോഗിക്കണം. എന്നാൽ എന്താ ഇവിടെ വാഴുന്ന കാര്യം പറയുന്നേ, നമ്മൾ ഇവിടെ ഒരു ഇട്ടാവട്ട നിയോജക മണ്ഡലത്തിൽ വാഴുന്ന കാര്യമല്ല, മറിച്ച് പാപത്തിന്റെ മേലെ വാഴുന്ന കാര്യം. പാപത്തിന്റെ മേലെന്ന് പറയുമ്പോൾ ആ പാപത്തെ നമ്മൾ സാധാരണ 3 തരത്തിൽ അങ്ങ് ഡിവൈഡ് ചെയ്യാറുണ്ട്: ജഡം, ലോകം, പിശാച്. സാധാരണ ലോകം, ജഡം, പിശാച് എന്നാ നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെങ്കിലും ജഡം, ലോകം, പിശാച്, നമ്മളുടെ ജഡം. ആ ജഡം എന്താ, ലോകവ്യവസ്ഥയിലുള്ള ആ മോഹങ്ങളാണ് നമ്മുടെ ജഡത്തിലും ഉള്ളത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ആ ലോകവ്യവസ്ഥ ആരാ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ, ആരാ കൺട്രോൾ ചെയ്യുന്നത് ലോകവ്യവസ്ഥയെ? പിശാച്, ഈ റൂളർ ഓഫ് ദ വേൾഡ്. 1 യോഹന്നാൻ 5:19 നമ്മളത് വായിക്കുന്നുണ്ട്. പിശാചാണ് ഈ ലോകത്തിന്റെ പ്രഭു, ലോകത്തിന്റെ ലോകത്തിന്റെ അധികാരി. അപ്പോൾ ആ അതിനെ നമ്മൾ ആ ജഡത്തെയും ലോകത്തെയും പിശാചിനെയൊക്കെയാണ് നമ്മൾ വാഴുന്നത്. അതാ അങ്ങനെയുള്ളവരാ ഇന്ന് നമ്മൾ അങ്ങനെ വാഴുന്നവരാണ് അന്ന് രാജാക്കന്മാരായിരിക്കും. പിന്നെ നമ്മൾ ഈ 6ാമത്തെ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇനി ദൂതൻ എന്നോട് എന്താ പറയുന്നത്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. അപ്പം വചനം എല്ലാം വിശ്വാസയോഗ്യവും സത്യമാണ്. എന്നാൽ നമ്മൾ ആ ഒരു വചനത്തെ അത്രമധികം വിലമതിക്കുന്ന ചില കാര്യങ്ങളിൽ ദൈവം കർത്താവിന് അമീൻ അമീൻ, വെരിലി വെരിലി, ട്രൂലി ട്രൂലി, സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ അത് എത്രയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനം മാറിപ്പോവില്ലെന്ന് ആരാ പറഞ്ഞേ? യേശു കർത്താവ് പറഞ്ഞു. അതിന്റെ റെഫറൻസ് അറിയാവോ? മത്തായി 24:35 പറയുന്നത്. പെട്ടെന്ന് എടുത്ത് നോക്കണം. നമുക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്യമാണ്. പക്ഷെങ്കിൽ അതെവിടാ പറയുന്നത്, അതാരാ പറയുന്നേ? കർത്താവിന്റെ 2ാമത്തെ വരവിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയപ്പെടാം. മത്തായി 24 അധ്യായത്തിന്റെ 35ാമത്തെ വാക്യത്തില് അവിടെ ഫിഗ് ട്രീ, അത്തിമരത്തെ കുറിച്ച്, ഇസ്രയേലിനെ കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യം, ഇസ്രയേലിന്റെ തളിർക്കുന്നതൊക്കെ കാണുന്ന ആ തലമുറ തന്നെ മനുഷ്യപുത്രന്റെ 2ാമത്തെ വരവൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 35ാമത്തെ വാക്യത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. നമുക്കറിയാം, നമ്മളത് വെളിപാട് 21 ആദ്യത്തെ വാക്യത്തിൽ വായിച്ച്, ഇതെല്ലാം അങ്ങ് ചുട്ടുചാമ്പലാവും, അഗ്നിക്കിരയാകും. ഇപ്പം കാണുന്ന ഈ ഭൂമിയും കാണുന്ന പ്രപഞ്ചവും എല്ലാം അഗ്നിക്കിരയാകും. ആകാശവും ഭൂമിയൊക്കെ ഒഴിഞ്ഞു പോകും. എങ്കിലും കർത്താവിന്റെ വചനങ്ങൾ, എൻ്റെ വചനങ്ങളും ഒഴിഞ്ഞു പോവുകയില്ല. ഇറ്റ് വിൽ നോട്ട്, മൈ വേർഡ്സ് വിൽ നോട്ട് പാസ് അവേ എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ ഈ വചനത്തെ വിലമതിക്കണം. എൻ്റെ ജീവിതത്തിലൊക്കെ ആ ഒരു വചനത്തെ കൂടുതലായിട്ട് വിലമതിക്കാനായിട്ട് ദൈവം വീട്ടുതടങ്കലിലൊക്കെ ഞങ്ങൾ എന്നെ ശ്രീലയൊക്കെ വ്യത്യസ്ത കാലയളവിൽ പരിശീലിപ്പിച്ച കഥകളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. വെച്ചാൽ നമുക്ക് ഈ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളൂ എന്ന് പറയുന്നവര്, പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കണ്ണടക്കി വന്നിട്ട്, കണ്ണടയ്ക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോഴും കാഴ്ചശക്തിയുടെ വില, എത്ര വലിയ ഒഫ്താൽമോളജിസ്റ്റായിട്ടുള്ള സൗകര്യമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കാഴ്ചശക്തിയുടെ വില, കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന ആൾക്കാരെ എല്ലാ ദിവസവും നമ്മുടെ സിസ്റ്റേഴ്സ് ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ കാഴ്ചശക്തിയുടെ വില, കണ്ണിന് എന്തെങ്കിലും ഒരു ചെറിയൊരു പൊടി വീണാൽ തന്നെ നമുക്ക് അപ്പോഴയ്യോ, കണ്ണ് എത്ര പ്രഷ്യസ് ആയിട്ടുള്ളൊരു ദൈവം തന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് പോലെ വചനം വചനം എത്ര സുലഭമായിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തെ അങ്ങ് വിലമതിക്കാൻ, കർത്താവേ അവിടുത്തെ വചനം, അവിടുന്ന് ഈ വചനം ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടാൻ വേണ്ടി എത്രയോ ദൈവമനുഷ്യർ രക്തസാക്ഷികളായിട്ടുണ്ട്. നമ്മൾ അതിന്റെ ചരിത്രത്തിലൊക്കെ അത് വായിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയൊക്കെ വളരെ പൈശാചികമായിട്ട് വചനത്തെ സാധാരണക്കാരിലേക്ക് എത്താതെ വണ്ണം ഒക്കെ പിടിച്ചു വെക്കുന്ന ഒരു കാലയളവൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡാർക്ക് ഏജസ്, മാർട്ടിൻ ലൂതറിന്റെ ഒക്കെ സമയത്തിന് മുമ്പ്. അപ്പം ആ സമയത്തൊക്കെ വചനത്തെ കോമൺ മാൻ്റെ ലാംഗ്വേജിലേക്ക്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വില്യം ടിൻഡേലിൻ്റെ ഒക്കെ കഥയൊക്കെ അതൊക്കെ വായിക്കുന്നതൊക്കെ വളരെ നമുക്ക് ഒത്തിരി ഉത്സാഹം പകരും. വില്യം ടിൻഡേലും അതുപോലെ ജോൺ ഹൈഡ്, അതുപോലെ ഒരുപാട് പേരൊക്കെ അവർ ഈ വചനത്തെ പരിഭാഷപ്പെടുത്താനും വചനത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങളുടെ ഫലമായിട്ട് അവരൊക്കെ രക്തസാക്ഷികളായി തീരുവും. അങ്ങനെ എത്രയോ പേരുടെ രക്തം ചൊരിയപ്പെട്ട്
ആണ് നമുക്ക് ഈ ഒരു വചനം ഇന്ന് നമുക്ക് നമ്മളുടെ സ്വന്തം ഭാഷയിൽ നമുക്ക് പല ഭാഷകളിലും നമുക്കിപ്പോൾ ഈ ഹീബ്രുവും ഗ്രീക്കും ഒക്കെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക വണ്ണമുള്ള ഉപാധികളും കാര്യങ്ങളൊക്കെ എത്ര വലിയ പ്രൊവിഷൻസ് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ വചനത്തിന് വേണ്ടി ഈ വചനം ആഴത്തിലത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. നമുക്ക് റീൽസ് കാണാൻ, യൂട്യൂബ് കാണാൻ, വാട്സപ്പും ബാക്കി ന്യൂസ് പേപ്പറും ഫേസ്ബുക്കും ബാക്കി അതിനൊക്കെ നമുക്ക് എത്രയോ സമയങ്ങളുണ്ട്. നമുക്ക് പരദൂഷണം പറയാനും കത്തിയടിക്കാനും യുനോ വെറുതെ സമയം ചെലവഴിക്കാനൊക്കെ നമുക്ക് സമയം മെനക്കെടുത്ത് അല്ലെങ്കിൽ അതൊക്കെ പാഴാക്കി കളയാനൊക്കെ നമുക്ക് എത്രയോ സമയമുണ്ട്. എന്നാൽ ഈ വചനം വചനം അത് ആഴത്തിൽ മനസ്സിലാക്കുക നമ്മളെ യഥാർത്ഥത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന നല്ല റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള എല്ലാ വചനം ഇന്ന് പല രീതിയിൽ കൂട്ടിക്കളയുന്ന ഒത്തിരി പ്രസംഗരൊക്കെ ഉണ്ട്. അവരൊന്നും പോയി കേൾക്കുന്ന കാര്യമേ അല്ല ഞാൻ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പദ്യവചനം സംസാരിക്കുന്ന നമ്മുടെ ചർച്ചിൽ തന്നെ ഉള്ള നമ്മുടെ സഹോദരങ്ങളും എല്ലാം ഉള്ള എത്രയോ നല്ല റിസോഴ്സസും നമ്മുടെ സാഗ്ബാറിൻ്റെ തന്നെ ആ CFC വെബ്സൈറ്റിൽ തന്നെ പോയാലും ജീവമൊഴികളുടെ വെബ്സൈറ്റിൽ തന്നെ പോയാലും ഉള്ള ആ ഒരു ത്രൂ ദ ബൈബിളും വേഴ്സ് ടു വേഴ്സ് ബൈബിൾ സ്റ്റഡിയും ഓൾ ദാറ്റ് ജീസസ് ടോട്ട് അങ്ങനെയൊക്കെയുള്ള സെർമൺ ഓൺ ദ മൗണ്ട് അങ്ങനെയുള്ള ഓരോ സ്റ്റഡി സീരീസും ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചായിട്ട് അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഓരോന്ന് യൂട്ടിലൈസ് ചെയ്യുന്നത് അത് നമ്മളുടെ ജീവിതത്തിന് പ്രയോജനമാവും. മറിച്ച് ദൈവത്തിന് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഉള്ള പ്ലാൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുവാനും അത് കാരണമായി തീരും. നമ്മൾ ആ വചനത്തെ വിലമതിക്കുമ്പോൾ ഇപ്പം ദൈവത്തിന് ഒരാളെ വചനം സംസാരിക്കുന്ന ഒരു സഹോദരനായിട്ട് നാളെ എഴുന്നേൽപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. പക്ഷേ ഈ സഹോദരനാണെങ്കിൽ മടി പിടിച്ച് ഒന്നും നോക്കാതെ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ദൈവത്തിനത് പറ്റാതെ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞതുപോലെ. അപ്പം നമ്മളെ വചനത്തെ എത്ര അധികം ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. പ്രവാചകന്മാരുടെ നമ്മൾ 6-ാമത്തെ വാക്യം വായിക്കുന്നത് പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്. പ്രവാചകന്മാരുടെ ആത്മാവ് ആരാ നിയന്ത്രിക്കുന്നേ? ദൈവം തന്നെ. ആത്മാക്കളുടെ ദൈവം. നമ്മളത് കണ്ടു. ആത്മാക്കളുടെ പിതാവ് എന്നുള്ളൊരു പദപ്രയോഗം നമ്മൾ എബ്രായർ 12:9 നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? പിന്നെ ആത്മാക്കളുടെ പിതാവ് പ്രാണന്റെ ഇടയൻ എന്ന് നമ്മൾ കണ്ടു. പ്രാണന്റെ ഗാർഡിയൻ, പ്രാണൻ അവിടെ ആത്മാവിൽ നിന്ന് 1 പത്രോസിലെ വാക്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അവിടെ ഒരു ദൈവത്തിലൊരു തൃത്വം ഉള്ളതുപോലെ നമ്മളിലും ദൈവം ഒരു തൃത്വം, 3 പാർട്സ്, ആത്മാവ്, ദേഹി, ദേഹം. ആത്മാവിന്റെ പിതാവെന്ന് അവിടെ എബ്രായർ 12:9 നമ്മൾ വായിക്കുന്നു. 1 പത്രോസ് 2:25 ഷെപ്പർഡ് ആൻഡ് ഗാർഡിയൻ ഓഫ് യുവർ സോൾസ് എന്നുള്ള അത് ആത്മാക്കളുടെ സത്യവേദപുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പ്രാണന്റെ ഇടയനും അധ്യക്ഷനുമായ യേശു കർത്താവിനെ കുറിച്ചും പിന്നെ നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആലയം. ആത്മാക്കളുടെ പിതാവ്, പ്രാണന്റെ ഇടയനും അധ്യക്ഷനുമായിട്ടുള്ള യേശു കർത്താവ്, ശരീരത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്ന നമ്മുടെ ശരീരം. അപ്പം അവിടെ നമ്മൾ തിരിച്ച് വെളിപാട് 22:6 വരുമ്പം പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് എല്ലാം വളരെ ക്വിക്കായിട്ട് വിച്ച് മസ്റ്റ് സൂൺ ടേക്ക് പ്ലേസ് കാണിച്ചു കൊടുക്കാൻ അത് ആർക്ക് കാണിച്ചു കൊടുക്കാൻ? അതിന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ. ഇതെല്ലാം ആർക്കേ അത് വെളിപ്പാടാവത്തുള്ളൂ. ജ്ഞാനികളെയും വിവേകികളെയും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ശിശുക്കളാണ് അടിമദാസന്മാര്. ജ്ഞാനികളെയും വിവേകികളെയും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് എവിടെ എഴുതിയിരിക്കുന്നത്? മത്തായി 11:25 വാക്യത്തിലെ മാത്യു 11:25 ഗോഡ് ഹസ് ഹിഡൻ ദീസ് തിങ്സ് എന്ന് 5 സ്റ്റാൻഡ് ഇന്റലിജൻസ്. നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ അതൊരു വെളിപ്പാടായിട്ട് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സത്യമായിട്ട്, അനുഭവമായിട്ട്, വെളിപ്പാടായിട്ട് ആർക്കാ അത് വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു ശിശു ഹൃദയത്തോടെ, ഒരു നുറുക്കമുള്ള ഹൃദയത്തോടായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ ഇത് വേഗം കാണിച്ചു കൊടുക്കാനായിട്ട് തൻ്റെ ദൂതനെ അയച്ചു. നമ്മളത് വെളിപാട് 1:1 നമ്മൾ ആ വാക്യം കണ്ടായിരുന്നു. എന്താ നമ്മൾ വായിച്ചത്? അവിടെ പിതാവ് യേശുക്രിസ്തുവിന് കൊടുത്ത ആ വെളിപ്പാട്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തന്നെയുള്ള വെളിപ്പാട് പിതാവ് അത് യേശുവിലൂടെ അത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. ഞാൻ എവിടെ പറയുന്നത്? വെളിപാട് 1:1 വാക്യം, റെവലേഷൻസ് 1:1. ഓക്കെ. അപ്പൊ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. അവിടെ ഈ അടിമദാസന്മാർക്കാണ് ഇത്. ആർക്കു വേണ്ടി വെളിപ്പാട് എഴുതപ്പെട്ടതെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ അടിമദാസന്മാരാവുന്നവർക്ക്. കർത്താവേ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ പല താഴ്ചകളും വീഴ്ചകളും ഒക്കെ കുറവുകളൊക്കെ കാണും. പക്ഷേ അതിന്റെ മധ്യത്തിലും കർത്താവേ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, അവിടുത്തെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് കർത്താവിനെ പിന്നെയും മുറുകെ പിടിക്കുന്നവര്. അതാ തൻ്റെ ദാസന്മാരെ കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം അത് യേശുവിന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം
തൻ്റെ ദാസനായിട്ടുള്ള യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പം ആദ്യം അടിമദാസനായിട്ടുള്ള യോഹന്നാന് കൊടുത്തു. എന്തിനു വേണ്ടിയാ? ബാക്കിയുള്ള അടിമദാസന്മാർക്കെല്ലാം ഇതൊന്ന് എഴുതി ഫലിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അതാ പിതാവ് യേശുവിന് കൊടുത്ത വെളിപ്പാടെന്ന് പറയുമ്പോൾ യുനോ യേശു പിതാവിൽ എന്തോ കുറഞ്ഞ ആളെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് പിതാവൻ ദൈവത്തിന് തൃത്വത്തിലുള്ള ആ ഒരു സമർപ്പണം, ആ ഒരു സബ്മിഷൻ നമുക്കറിയാം. പിതാവും പുത്രൻ പിതാവിനുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ ഒഴിച്ചു വന്നു എന്നാണ് നമ്മൾ ഫിലിപ്പിയർ 2:6 വായിക്കുന്നത്. അപ്പം പിതാവിനോട് പുത്രൻ സമനാണ് എന്ന എന്താ അവിടെ ആ ഒരു സബ്മിഷന്റെ ബ്യൂട്ടി, ആ ഒരു ബ്യൂട്ടി ഓഫ് സബ്മിഷൻ, ആ ഒരു സമർപ്പണ, ഒരു കീഴടങ്ങലിന്റെ ഒരു സൗന്ദര്യം യേശുവിനിലും പരിശുദ്ധാത്മാവിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു മാതൃകയായിട്ട് ദൈവം അങ്ങനെ നിത്യമായിട്ട് നിലകൊള്ളുന്നു. ഒരു കീഴടങ്ങൽ, ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങും ഭാര്യ എന്ന് കുറഞ്ഞ ആളായിട്ടല്ല, മറിച്ച് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അതായതുകൊണ്ട് ആ ഒരു കീഴടങ്ങൽ എന്ന് പറയുന്നത് പോലെ പിതാവ് തന്നെ യേശുവിന് ആ ഒരു നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ യേശു അത് യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ തൻ്റെ അടിമദാസന്മാർക്ക് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. അത് തന്നെ നമ്മളിവിടെ വെളിപാട് 1:1 കണ്ട കാര്യം തന്നെ വീണ്ടും ഇവിടെ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതനെ അയച്ചു. വിച്ച് വിൽ സൂൺ ടേക്ക് പ്ലേസ്, വേഗത്തിൽ വേഗത്തിൽ സംഭവിക്കേണ്ടതെന്ന് എന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. വേഗത്തിൽ എന്നുള്ള വാക്ക് എന്താ അവിടെ ഒരു ക്വിക്ലി, ടാക്കാസ് എന്നുള്ളൊരു വാക്കാണ്. ക്വിക്നെസ്, ടാക്കിക്കാർഡിയ എന്നൊക്കെ മെഡിക്കൽ ടേം, മെഡിക്കൽ ഭാഷ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടുന്നതിന് ടാക്കിക്കാർഡിയ, ഹാർട്ട് റേറ്റ് കുറയുന്നതിന് ബ്രാഡികാർഡിയ എന്ന് പറയും. അപ്പം ഈ ടാക്കോസ് എന്ന് പറഞ്ഞാൽ ക്വിക്ലി, സ്പീഡിലി. അപ്പം അത് സംഭവിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ദൈവത്തിൻ്റെ കണ്ണിൽ എന്താ, നമ്മൾ ഒരിക്കലും 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് ഇതൊന്നും പുലി വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും പുലി വരുന്നില്ലല്ലോ. അപ്പം കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സുഹൃത്ത് എനിക്കൊരു ഒരു കാർട്ടൂൺ, അതായത് ജീസസ് വിൽ സൂൺ കം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കർത്താവിൻ്റെ ഈ വചനത്തെ കളിയാക്കുന്ന ഒരു കാർട്ടൂൺ അദ്ദേഹം അയച്ചു തന്നെ. അപ്പം എന്താ അയച്ചു തന്നെന്ന് വെച്ചാൽ, ഒരാൾ ജീസസ് വിൽ സൂൺ കം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു, കൊച്ചുനാളിൽ നിൽക്കുന്നു. പിന്നെ പുള്ളി അങ്ങ് വലുതായിരുന്നു, പുള്ളി മരിച്ച ശവകലറ കഴിഞ്ഞിട്ടും ജീസസ് വിൽ സൂൺ ക്വിക്ലി. അപ്പം വെച്ചാൽ ഇത് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഈ ഒരു വാക്യം അങ്ങ് റിപ്ലൈ ആയിട്ട് അയച്ചു. പിന്നെ കൂടുതൽ കോൺവെർസേഷൻ ഉണ്ട്. വചനം അങ്ങ് റിപ്ലൈ ആയിട്ട് അയക്കുമ്പോൾ പിന്നെ അവർ പിന്നെ വചനത്തോട് തർക്കിച്ചോളൂല്ലോ. അപ്പം ഞാൻ ഏത് വാക്യമായിരിക്കും അയച്ചത്? നിങ്ങളേതെങ്കിലും ഏത് വാക്യം അയച്ചതിനെ? ഞാൻ പെട്ടെന്ന് തന്നെ അയച്ചില്ല, കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്ത് അയച്ചു. വെച്ചാൽ പിന്നെ ഒരു ആർഗ്യുമെന്റ് മോഡലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ആ വാക്യം എനിക്ക് ഓർമ്മ വന്നെങ്കിലും പെട്ടെന്ന് അയക്കാൻ തോന്നിയില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ 2 പത്രോസ് 3:9 വാക്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യുന്ന വാക്യം ഏതാ? ദ ലോർഡ് ഈസ് നോട്ട് സ്ലോ അബൌട്ട് ഹിസ് പ്രോമിസ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. എവിടെ നമ്മൾ വായിക്കുന്നത്? 2 പത്രോസ് 3:9 വാക്യം. പത്രോസിന് അവസാനത്തെ ലേഖനമാണ്. അപ്പം ചിലർ പറയൂ, അപ്പം പത്രോസിന്റെ അടുക്ക് അന്നത്തെ കാലത്ത് നിങ്ങൾ വേഗം വരും എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ വന്നു? വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി. നോഹയുടെ കാലത്തും നോഹയോട് അങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ എത്ര നാളായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നീതി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമോ, വേറെ ജോലിയൊന്നും ഇല്ലായോ, ഞാൻ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഓരോ പാർട്ടീസ് എന്ന് പറയാം. അപ്പം എന്താ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നൊന്നുമില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും, ഈ പറഞ്ഞ നിങ്ങളും എന്ന് പറഞ്ഞാൽ ഈ കാർട്ടൂൺ അയച്ച നിങ്ങളും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്, മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. പിന്നെ അദ്ദേഹം എന്തായാലും കൂടുതലൊന്നും അയച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ സൂൺ കം. ഇപ്പം അതേ പത്രോസ്, അപ്പം നമ്മളിപ്പോൾ 2 പത്രോസ് 3 ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. 2 പത്രോസ് 3 എന്താ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പ് എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ 8ാമത്തെ വാക്യം. ഇപ്പൊ 9 നമ്മൾ വായിച്ചേ, എൻ്റെ 8ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചത്? എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. അപ്പം നമ്മളിപ്പം 2000 വർഷം കഴിഞ്ഞു ഇത് പറഞ്ഞിട്ട്, കർത്താവിന് 2 ദിവസം കഴിഞ്ഞതുപോലെയേ ഉള്ളൂ. അതാ പറയുന്നത്. 1000 വർഷക്കാലം ഒരു ദിവസം പോലെയേ ഉള്ളൂ കർത്താവിന്. എന്നാൽ ഒരു ദിവസം 1000 വർഷം പോലെ, ഒരു ദിവസത്തിൽ പല പല കാര്യങ്ങൾ നടക്കുന്നതൊക്കെ 1000 സംവത്സരക്കാലം പോലെ കർത്താവിന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം. എന്നാൽ 1000 വർഷക്കാലം ഒരു ദിവസം പോലെ. അത്രയേ ഉള്ളൂ ദൈവത്തിന് നിത്യമായി. ഗോഡ് ഡ്വെൽസ് ഇൻ ഇറ്റേണൽ പ്രസന്റ്. നിത്യമായ വർത്തമാനകാലത്തിലാണ് ദൈവം വസിക്കുന്നതെന്ന് പറയും. വെച്ചാൽ ദൈവത്തിന്
12 മുമ്പ്, 12 എന്ന് പറഞ്ഞാൽ 12 വർഷമേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ 10 കോടി വർഷം മുമ്പുള്ള അന്ന് നിത്യതയിലുണ്ടായിരുന്ന നിത്യതയിലുണ്ടായിരുന്ന അവസ്ഥയും ഇനിയിപ്പോൾ ഒരു 10 കോടി വർഷത്തിന് ശേഷം നിത്യതയിൽ നാം കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന കാര്യമൊക്കെ കർത്താവിനെല്ലാം ഇന്ന് വർത്തമാനകാലത്തിൽ നടക്കുന്നത് പോലെ കർത്താവിനെല്ലാം അതുപോലെ അറിയാം. അവനാണ് ദൈവം. അങ്ങനെയുള്ളവനെ നാം ദൈവം എന്ന് വിളിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സൃഷ്ടിയെ അല്ല നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. സൃഷ്ടിക്കുന്നവനെ മാത്രമേ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്, സൃഷ്ടാവിനെ. അപ്പം ഇത് എവിടുന്ന് എഴുതിയ വാക്യമാണ്? ഇത് പത്രോസായിട്ട് അങ്ങ് എഴുതി വെച്ചതാണോ? എന്നാൽ ഇത് സങ്കീർത്തനത്തിലേ ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവോ ആ സങ്കീർത്തനം? 90-ാം സങ്കീർത്തനത്തിന്റെ, അതായത് മോശ എഴുതിയ ഓൾഡസ്റ്റ് സാം ഏതാ? 1-ാം സങ്കീർത്തനമാണോ? അല്ല, 90-ാം സങ്കീർത്തനമാണ് ഏറ്റവും പഴയ സങ്കീർത്തനം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം എഴുതിയവരിലെ ഏറ്റവും മുമ്പേ ജീവിച്ചിരുന്നവനായിരുന്നു മോശ. മോശയുടെ സങ്കീർത്തനമായിട്ട് അറിയപ്പെടുന്നത് ഈ 90-ാം സങ്കീർത്തനമാണ്. 90-ാം സങ്കീർത്തനം എന്തായാലും മോശ എഴുതിയതാണ്. എന്നാൽ വേറെ ചില സങ്കീർത്തനങ്ങൾ കൂടെ മോശ എഴുതിയതാകാം എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതന്മാരുണ്ട്, ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നിസ്തർക്കമായിട്ട് മോശ തന്നെ എഴുതിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് 90-ാം സങ്കീർത്തനം. അപ്പം ഓൾഡസ്റ്റ് സാം ഏതാന്ന് ചോദിച്ചാൽ 90-ാം സങ്കീർത്തനം നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ദാവീദിന് മുമ്പേ ആയിരുന്നു മോശ ജീവിച്ചിരുന്നതെന്ന് സൺഡേ സ്കൂൾ പിള്ളേർക്ക് വരെ അറിയാം, അല്ലേ? ഓക്കെ. അപ്പം 90-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം എഴുതി വെച്ചിരിക്കുന്നത്, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമായിരുന്നു. രാത്രിയിലൊരു യാമം, യാത്രയിലൊരു 1 മണിക്കൂർ സമയം, അതെന്തുകൊണ്ട്? അത് രാത്രിയിലാകുമ്പോൾ പെട്ടെന്നായിരിക്കും, നമ്മൾ ഉറക്കപ്പിച്ചിലായിരിക്കും, പെട്ടെന്ന് കഴിഞ്ഞു പോയത് സംഭവമാണ്. രാത്രിയിലൊരു യാമം പോലെ മാത്രം ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നേ. ആ ഒരു നമ്മളുടെ പ്രയാണം 4 വിരൽ നീളം എന്നൊക്കെയുള്ള അതായത് നമ്മളതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ പോയാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്ര എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നു. അപ്പം ആ ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ആ ഒരു ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷക്കാലവും ഒരു ദിവസം പോലും ഉള്ളു. അപ്പം ക്വിക്ക്ലി, അപ്പം അത് പെട്ടെന്ന് സംഭവിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അത് പെട്ടെന്ന് സംഭവിക്കും. പിന്നെ സംഭവിക്കുമ്പോൾ ഇത് പെട്ടെന്നായിരിക്കും, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടായിരിക്കും. പെട്ടെന്ന് കർത്താവിന് വരവ് വരുന്നു, പെട്ടെന്ന് അർമ്മോദോൻ യുദ്ധം, ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം തവിടുപൊടിയാവുന്നു, കർത്താവിന്റെ രാജ്യത്വം തുടങ്ങുന്നു, എല്ലാം പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 7-ാമത്തെ വാക്യം, ആ ഒരു വെളിപാട് പുസ്തകം 22-ന്റെ 7-ാമത്തെ വാക്യം ഇപ്പം ജേക്കബ് ബ്രദർ, ഇപ്പം അജുബേർ അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. അതായത് വെളിപാട് പുസ്തകം 22-ന്റെ 7-ാമത്തെ വാക്യം, സാക്വൻ ബ്രദറിന്റെ അന്തിമോചനം പുസ്തകത്തിലെ ആ ഒരു വാക്യവും അതിന്റെ വിശദീകരണവും അജുബേർ അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ജേക്കബ് ബ്രദർ വായിക്കുമല്ലോ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. താൻ ഉടനെ വരുമെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മറിച്ച് പെട്ടെന്ന് ഉടുന്നനെ രാത്രിയിൽ കള്ളൻ എന്നതുപോലെ മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ വരും എന്നാണ്. ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഈ അവസാന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറിയ വേർഡ്സ്, ചെറിയ എക്സ്പ്ലനേഷൻ നമ്മളിപ്പം വായിച്ചു. 7-ാമത്തെ വാക്യം നമ്മളിപ്പോൾ എവിടെ എത്തി? വെളിപാട് 22-ന്റെ 7-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. നമ്മളത് ആ വേഗത്തിൽ വരുന്നു എന്നുള്ള ആ ഒരു കാര്യം തന്നെ നമ്മൾ ബിസിനസ് സൂൺ ടേക്ക് പ്ലേസ്, ആ ഒരു ക്വിക്ക്ലി, ടാക്കിക്കാർഡിയ എന്നൊക്കെ നമ്മളിപ്പം കണ്ട ആ ഒരു ടാക്കൂസ് എന്നുള്ള പദം തന്നെ വേഗത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പറഞ്ഞതുപോലെ അത് കാലതാമസം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ 1000 വർഷക്കാലവും ഒരു ദിവസം പോലെയേ ഉള്ളൂ. പിന്നെ സംഭവിക്കുമ്പോൾ ഇതെല്ലാം കൂടെ പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ്. വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പം ഇത് വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമൊന്നും, ഇത് ഭാഗ്യവാനാണെന്നുള്ള കാര്യവും, പിന്നെ ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാനാണെന്നുള്ള കാര്യവും, പിന്നെ ഇത് അടിമദാസന്മാർക്കാണ് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ഈ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിലും വായിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടോ? വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അവിടെ എന്താ നമ്മൾ വായിച്ചേ? വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു, തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചായിരുന്നു. 2-ാമത്തെ വാക്യത്തിൽ അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. കർത്താവിന്റെ വചനവും സാക്ഷ്യവും എന്നുള്ള ആ ഒരു ഡയാഡ്, ആ ഒരു പദപ്രയോഗം പിന്നെ പല പ്രാവശ്യം വചനത്തിൽ ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ വന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഈ 3-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ?
വെളിപാട് പുസ്തകം 1:3 വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അന്നൊക്കെ എന്താ പ്രിന്റഡ് ബൈബിളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിന്റിംഗ് പ്രോസസ് ഒക്കെ പിന്നെ ഈ ഒരു 15-ാം നൂറ്റാണ്ടിലെ ആ ഒരു സമയത്തൊക്കെ പ്രിന്റിംഗ് പ്രസ് ഗുട്ടൻബർഗ് ഒക്കെ പ്രിന്റിംഗ് പ്രസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യപ്പെടുന്ന പുസ്തകം ഏതായിരുന്നു? ബൈബിളായിരുന്നു. ആദ്യമായിട്ട് ജനറൽ നോളജിൽ നിങ്ങൾ പഠിക്കുമായിരിക്കും. ഫസ്റ്റ് ബുക്ക് ദാറ്റ് വാസ് പ്രിന്റഡ് വാസ് ദ ബൈബിൾ. ബൈബിളാണ് ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകം. അപ്പം അപ്പൊ അതിനു മുമ്പ് എന്താ ഈ കയ്യെഴുത്ത് പ്രതികളായിരുന്നു, മാനുസ്ക്രിപ്റ്റ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വണ്ണം ആയിരുന്നില്ല, വളരെ വിലപിടിപ്പുള്ളതൊക്കെ ആയിരുന്നു. അപ്പം സഭകളിലും പൊതുയോഗങ്ങളിലും ഒക്കെ ഈ ഒരു വചനം വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അപ്പം എല്ലാവർക്കും സ്വന്തമായിട്ട് പുസ്തകമായിട്ട് അഫോർഡ് ചെയ്യാനൊക്കെ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അത് മാത്രമല്ല, അത് കയ്യെഴുത്ത് പ്രതികൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമായിരിക്കും. വലിയ ഇന്നത്തെ പോലെ നമ്മുടെ ചെറിയ പോക്കറ്റ് ബൈബിൾ മാതിരിയൊന്നും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. വലിയ താളിയോലകളോ അതുപോലെയൊക്കെയുള്ള പേപ്പറസ് അതിലൊക്കെയുള്ള വലിയ എഴുത്തുകളൊക്കെ ആയിരിക്കും. അപ്പം അത് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. നമ്മളത് 1 തിമോത്തിയോസിൽ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണമെന്നൊക്കെ തിമോത്തിയോസിനോട് പറയുന്ന 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം എന്താ വായിക്കുന്നേ? 1 തിമോത്തിയോസ് 4:12 നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ യൗവനം ആരും തുച്ഛീകരിക്കരുത് എന്നുള്ള വാക്യം. 13-ാമത്തെ വാക്യത്തില് ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. അൻറ്റിൽ ഐ കം ഗിവ് അറ്റൻഷൻ ടു ദ പബ്ലിക് റീഡിംഗ് ഓഫ് സ്ക്രിപ്ചർ ടു എക്സോർട്ടേഷൻ ആൻഡ് ടീച്ചിങ്. ആ ഒരു വചനം എത്രമാത്രം നിങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കണം എന്നുള്ളൊരു കാര്യം, പബ്ലിക് റീഡിംഗ്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക എന്ന് ഇവിടെ നമ്മൾ വായിച്ച് 1 തിമോത്തിയോസ് 4:13 വാക്യം. അപ്പൊ അത് നമ്മൾ അവിടെ നമ്മളിപ്പം വെളിപാട് 1:3 എന്താ വായിക്കുന്നേ? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത ഭാഗ്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പക്ഷെ എപ്പോഴാ യഥാർത്ഥത്തിലൊരു ഭാഗ്യാവസ്ഥ വരുന്നതെന്ന് ചോദിച്ചാൽ എന്താ, അത് പ്രമാണിക്കുമ്പോൾ. ചില നമ്മളെ കർത്താവ് ഗിരിപ്രഭാഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? ഇതെല്ലാം കേൾക്കുന്നവൻ ഭാഗ്യവാനാ, അതുകൊണ്ട് അവന്റെ വീട് പാറമേൽ പണിതിരിക്കുന്ന വീട് പോലാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവനാണ് പാറമേലെ വീട് പണിഞ്ഞവന്. കേക്ക് മാത്രം ചെയ്തു, പിന്നെ എല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ച് തോന്നിയ പോലെ അങ്ങ് ജീവിച്ചു. അങ്ങനെയുള്ളപ്പം ഇവിടെ മണലിന്മേലാ വീട് പണിത്. എന്നുവെച്ചാൽ ഈ പാറമേല് വീട് പണിയണമെങ്കിൽ ആരാ പാറ? യേശു കർത്താവാ പാറ. യേശു കർത്താവാകുന്ന പാറ നമ്മളെ ആത്മാവിലാ ഉള്ളത്. അപ്പൊ ആത്മാവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവിടെ അതിന് തൊട്ട് മുമ്പ് ജഡമാകുന്ന ഒരു പാറ പോലെയുള്ള ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടണം. ഈ തിരശ്ശീല, ഈ കട്ടിയുള്ള തിരശ്ശീല നമ്മളെപ്പോഴും പറയില്ല. അപ്പൊ ഈ തിരശ്ശീലയ്ക്ക് എത്ര കട്ടിയുണ്ട് എന്നുള്ള കാര്യം വചനത്തിൽ പറഞ്ഞിട്ടില്ല. വചനത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ഈ 4 തരത്തിലുള്ള നൂലൊക്കെ പിരിച്ചു വേണം എന്നൊക്കെ നമ്മൾ പുറപ്പാട് 26-ന്റെ 30-33 വാക്യങ്ങളൊക്കെ നമ്മളൊക്കെ എടുത്തെടുക്ക് വായിക്കാറുണ്ട്. ധൂമ്ര നൂല്, ചുവപ്പ് നൂല്, അതൊക്കെ കൊണ്ട് പിരിച്ചു കെട്ടണം. എന്നാൽ യഹൂദന്മാരുടെ പുസ്തകങ്ങളിലെ ചരിത്ര പുസ്തകങ്ങളില് ഇതിന്റെ ഈ കേർട്ടൻ, അതായത് ഈ തിരശ്ശീലയുടെ കട്ടി എത്ര എന്ന് പറയുന്നത് വെച്ചാല്, അത് യഹൂദന്മാരുടെ പാരമ്പര്യ പ്രകാരവും ജോസഫസ്, ടൽമൂദ് എന്നൊക്കെ പറയുന്ന ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാരുടെ എഴുത്തുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എന്താണ് പറയുന്നേ, സമാഗമന കൂടാരത്തിന്റെ തിരശ്ശീലയുടെ കട്ടി ഏകദേശം 4 ഇഞ്ചായിരുന്നു. 4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ. നമ്മുടെ ഒരു 15 സെന്റിമീറ്റർ സ്കെയിൽ നമുക്കറിയാം. 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ കട്ടിയുള്ള ഒരു തിരശ്ശീല, നമ്മുടെ സാധാരണ ഒരു തുണി മാതിരിയല്ല. അപ്പൊ അതെന്ന് പറയുന്നത് അത് അത്ര ഹെവി ആയിരുന്നു. അവരുടെ പാരമ്പര്യമൊക്കെ പറയുന്നത് വെച്ചാൽ 300ഓളം പുരോഹിതന്മാർ ചേർന്ന് പിടിച്ചുകൊണ്ടൊക്കെയാ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ 300ഓളം പുരോഹിതന്മാർ ചേർന്ന് പിടിച്ചാലേ പറ്റത്തുള്ളായിരുന്നു എന്ന്. അപ്പൊ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശുവിൻ്റെ മരണത്തിന് ഈ തിരശ്ശീല മേലെ നിന്ന് താഴോട്ട് ചീന്തി എന്ന് പറയുമ്പോൾ അത് മാനുഷികമായിട്ട് അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. മറിച്ച് അത് ദൈവമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം
അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം. 10 സെന്റിമീറ്റർ കട്ടിയുള്ള തിരശ്ശീല. അപ്പം അത് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ജഡം അത് ഈ 10 സെന്റിമീറ്റർ അല്ല, അതിനെക്കാട്ടി കട്ടിയുള്ള ജഡമെന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ സ്വന്തം ഇഷ്ടം, ദൈവവചനത്തിന്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കങ്ങ് വിട്ടുകളയാനും അങ്ങ് സമർപ്പിക്കാനും, ചിലരോടങ്ങ് ക്ഷമിക്കാന്, ചിലരോടങ്ങ് ക്ഷമ ചോദിക്കാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങളങ്ങ് അതങ്ങ് എന്താണ് പറയുന്നത്, ചില പാപ സ്വഭാവങ്ങൾ അതൊക്കെ അങ്ങ് വേണ്ടെന്ന് വെക്കാനും, അല്ലെങ്കിൽ പല യുനോ ജഡത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ, അത് എത്ര കട്ടിയുള്ള തിരശ്ശീല, ഈ 10 സെന്റിമീറ്റർ ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു കട്ടി എന്നുള്ളതേ ഉള്ളൂ. അത് പാറ പോലെ കട്ടിയുള്ളതാ ഈ ജഡമാകുന്ന തിരശ്ശീല. അപ്പൊ ആ പാറ, നമ്മുടെ ജഡമാകുന്ന പാറ വചനമാകുന്ന ചുറ്റിക, വചനത്തെ ചുറ്റികയോടെ എവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? യെരമ്യാവിന്റെ പുസ്തകം 23:29 23:29 എൻ്റെ ഓർമ്മ. 29:11 എന്താ ശുഭഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതിന് മുമ്പ് പറയുന്നതാ. 23:29 തന്നെ. യെരമ്യാവ് 23:29 എന്താ പറയുന്നത്? എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ പാറയെ, നമ്മളുടെ സ്വയമാകുന്ന പാറയെ, ഈ തിരശ്ശീലയെ ചീന്തുന്ന വാളാണ് ഇതെല്ലാം പ്രതീകാത്മകമായിട്ട് ഉപമയായിട്ട് പറയുന്നത് എന്നുള്ള കാര്യം, നമ്മുടെ അതിൻ്റെ ആ ഒരു കാര്യം നമുക്ക് കത്താൻ വേണ്ടി ദൈവം തന്നെ പാടുപെട്ട് പല പല ഉപമകളൊക്കെ പറയുക. എന്താ ഈ പാറ പോലെ അല്ലെങ്കിൽ ജഡമാകുന്ന തിരശ്ശീലയുടെ കട്ടിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ജഡമാകുന്ന പാറ വചനമാകുന്ന ചുറ്റിക വെച്ച് അത് തകർക്കപ്പെടുമ്പോഴേ എന്താ ആത്മാവില് ക്രിസ്തുവാകുന്ന പാറമേല് നമ്മളുടെ ഭവനം പണിയപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞാല്, സിമ്പിളായിട്ട് ചുമ്മാ കൊച്ച് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ എന്താ, നമുക്കിപ്പം എന്തെങ്കിലും ഒരു വചനത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, നമുക്ക് വേറൊരു കാര്യം നമ്മുടെ താല്പര്യം, ഇപ്പം കോപിക്കരുത് എന്നുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പക്ഷേ ഓരോ സാഹചര്യത്തിൽ ഒന്ന് കോപിക്കാനും പകരം വീട്ടാനും ഒക്കെ നമ്മളുടെ സ്വതവേയുള്ള താല്പര്യം. അപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് ഈ ജഡമാകുന്ന പാറ. അപ്പം കോപിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആകുലപ്പെടേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ കയ്പായിട്ടിരിക്കേണ്ട ഒരു കയ്പായിട്ടിരിക്കാൻ പ്രലോഭിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഞാൻ എൻ്റെ ഈ ജഡമാകുന്ന ഈ പാറയെ, കർത്താവിൻ്റെ വചനമാകുന്ന ചുറ്റിക, കർത്താവ് അവിടുത്തെ വചനത്തിൽ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് കോപിക്കരുത്, അത് മനുഷ്യകോപം ദൈവനീതി നിവർത്തിക്കുന്നില്ലെന്നാണല്ലോ യാക്കോബ് 1:20 പറയുന്നേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവെ, എൻ്റെ ഇഷ്ടത്തെ, എൻ്റെ ജഡത്തിൻ്റെ, എൻ്റെ ഇഷ്ടത്തെ, എൻ്റെ സ്വന്തം ഇഷ്ടത്തെ ഞാൻ, ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം, സെൽഫിൽ, അതിനെ അങ്ങ് സമർപ്പിക്കുന്നു. ഇപ്പം സമയം വേസ്റ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച്, ഇപ്പം നമ്മൾ വചനം കേൾക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ദിവാസ്വപ്നം കാണാനായിരിക്കും നമ്മുടെ പ്രലോഭനം. അപ്പം അവിടെ നമ്മളതിനങ്ങ് താഴെ, കർത്താവെ എനിക്ക് ശരി, കർത്താവ് എൻ്റെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്, എന്നാലും കർത്താവ് ഞാൻ അങ്ങയിലേക്ക് വരുന്നു, ഞാൻ തന്നെ അങ്ങ് താഴ്ത്തുന്നു. അപ്പോൾ അങ്ങനെ ആ വചനത്തിന്, ദൈവത്തിൻ്റെ ആ വചനത്തിന്, ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രേരണയ്ക്ക് നമ്മളങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ നമ്മുടെ ജഡത്തിലൊരു ചീന്തലാണ്, ഒരു പാറ പിളർക്കുന്ന ഒരു അനുഭവമാണ്. അവിടെ ആത്മാവിൻ്റെ തലത്തിൽ ആ ക്രിസ്തുവാകുന്ന പാറമേല് നമ്മുടെ ഭവനത്തെ പണിയാൻ നമുക്ക് അവിടെ സാധിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു അതിനെക്കുറിച്ച് ആകുലപ്പെടരുന്നതും അവിടെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ കർത്താവ് പറയുന്നത്, മറ്റുള്ളവരെ വിധിക്കരുത് എന്നുള്ള കാര്യം അവിടെ പറയുന്നത്. പണത്തെ സ്നേഹിക്കരുത്, മനുഷ്യമാരെ അന്വേഷിക്കരുത്, കോപിക്കരുത്, മോഹിക്കരുത് എന്നല്ല അവിടെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന കാര്യമെന്ന് നമുക്കറിയാം. അപ്പം അവിടെ നമ്മൾ ഈ പാറമേൽ പണിയുന്ന ഭവനം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമ്മൾ സ്വന്തം ഇഷ്ടമാകുന്ന പാറയെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവില് നമ്മളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കർത്താവിൽ കെട്ടിപ്പടുക്കുന്ന ഒരു ഭവനമായിട്ട് നമ്മളുടെ ഭവനം, നമ്മളുടെ ജീവിതമാകുന്ന ഭവനം പണിയപ്പെടുന്ന ഒരു കാര്യവും നമ്മളവിടെ വായിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെയുള്ളവരാണ് ഇത് അനുസരിക്കുമ്പോഴാണ് ഭാഗ്യാവസ്ഥ. നമ്മളിത് പറഞ്ഞു വരുന്നത്, ഇത് കേൾക്കുകയും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത നല്ല കാര്യം തന്നെ, പക്ഷേ അത് നമ്മൾ പ്രമാണിക്കാതിരുന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ കയ്യിലൊരു 10 ലക്ഷത്തിന് ചെക്ക് ഒരാൾ തരുന്നു, നല്ല കാര്യം തന്നെ, ചെക്ക് കയ്യിലുള്ളത്. പക്ഷെ അത് ക്യാഷ് ആക്കിയാലേ, നമ്മുടെ ക്യാഷ് ആക്കി നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ടാലേ നമുക്കത് പ്രയോജനമുള്ളൂ. അല്ലാതെ നമ്മൾ ആ ചെക്ക് എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ച് എല്ലാ ദിവസവും ഈ ചെക്ക് എടുത്ത് നമ്മൾ അഡ്മയർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല എന്ന് പറഞ്ഞത്. അത് പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഓരോ സാഹചര്യങ്ങൾ വരുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ ഈ വചനത്തിൽ, ഇപ്പം നമ്മളിപ്പം വെളിപാട് പുസ്തകത്തിലെ സഭകളുടെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ, കർത്താവിൻ്റെ തേജസ്സിനെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പം അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രമാണിക്കുകയും ചെയ്യുന്നവനാ
ഭാഗ്യവാൻ, സമയം അടുത്തിരിക്കുന്നത്. അതാ നമ്മളിവിടെ വെളിപാട് 1:3 നമ്മൾ വായിച്ച്. അപ്പം അതാ നമ്മളിവിടെ വായിക്കുന്ന ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ, ഹു ഹീഡ്സ് ദ വേർഡ്സ് ഓഫ് ദ പ്രോഫസി ഓഫ് ദിസ് ബുക്ക്. പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഭാഗ്യവാൻ എന്നുള്ള വാക്ക് എന്താ, മക്കാരിയോസ് എന്നുള്ളൊരു വാക്ക്, ഗ്രീക്കില് മക്കാരിയോസ് എന്നുള്ള വാക്കിനെ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഈ ലോട്ടറി അടിച്ചുള്ള ഭാഗ്യത്തെ കുറിക്കുന്നതല്ല, മറിച്ച് അനുഗ്രഹിക്കപ്പെട്ടവൻ, ബ്ലെസ്സഡ്, അല്ലെങ്കിൽ സന്തുഷ്ടനായവൻ, ഹാപ്പി, സുപ്രീംലി എൻവിയബിളി ഹാപ്പി, മറ്റുള്ളവർക്ക് അസൂയ തോന്നുമാറ് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഈ മകാരിയോസ് എന്നുള്ള വാക്കുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക വണ്ണം സന്തുഷ്ടമായിരിക്കും. ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ എന്തോ ലോട്ടറി അടിച്ചുള്ളൊരു ഭാഗ്യം, എന്തോ ലക്കിന് കിട്ടി എന്നുള്ള രീതിയിലുള്ള ഭാഗ്യമല്ല, മറിച്ച് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലായിരിക്കും. പിന്നെ അതിൻ്റെ 8ാമത്തെ വാക്യവും കൂടെ പ്രേരിപ്പം 8ഉം 9ഉം കൂടെ ഒരുമിച്ച് അവിടെ കൊടുത്തേക്കുന്നേ. അത് നമുക്ക് കുറച്ച് സമയമുള്ളെങ്കിലും അതൊന്ന് വായിക്കുമോ ബ്രദറെ? ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹപ്രത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. തന്നെ ഈ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയെ ആരാധിക്കുക എന്ന തെറ്റ് യോഹന്നാൻ വീണ്ടും ചെയ്യുന്നു. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ യോഹന്നാൻ വീണ് നമസ്കരിച്ചു. പക്ഷെ ഉടനെ ദൂതൻ അതിനെ വിലക്കി. ഞാൻ നിന്റെ സഹപ്രത്യന്തൻ മാത്രമാണ്. ദൈവത്തെ നമസ്കരിക്കുക. ദൈവത്തിന്റെ ഒരു പ്രത്യന്റെ ശരിയായ ലക്ഷണങ്ങളിൽ ഒന്നാണിത്. ആരെങ്കിലും തന്നോട് പറ്റിച്ചേരുവാൻ തുടങ്ങുന്നത് കണ്ടാൽ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ആ വ്യക്തിയെ ദൈവത്തോട് മാത്രം അടുപ്പിക്കാൻ ശ്രമിക്കും. നീ മാത്രം യോഗ്യൻ എന്ന് പുതിയ ഒരു പാട്ട് ആണ് അവർ സ്വർഗത്തിൽ പാടുന്നത്. ഈ ദൂതനും ആ പാട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ നൽകിയ ബഹുമതി വേഗത്തിൽ കുടഞ്ഞു കളയുവാനും ദൂതന് എളുപ്പമായി. അപ്പൊ നമ്മുടെ വെളിപാട് പുസ്തകം 19ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷനും സാക്ഷ്യനുഭവത്തിൻ്റെ അന്തിമോചന പുസ്തകം നമ്മളിപ്പം കേട്ടു. എന്താ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. ഇത് ആദ്യം തന്നെ യോഹന്നാനാണെന്നുള്ള കാര്യം ഇവിടെ നമ്മൾ വായിച്ചേ. വെളിപാട് പുസ്തകം 1ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വെളിപാട് പുസ്തകം 1-ലും 22-ലും ചില ഈ സമാനതകൾ, സിമിലാരിറ്റീസ് നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇത് നമ്മൾ പല കാര്യങ്ങൾ കണ്ടു. അതായത് അടിമദാസന്മാർക്കാണിത് പെട്ടെന്ന് സംഭവിക്കാനുള്ളതാണ്, ഇതനുസരിക്കുന്നതിൽ ഒരു ഭാഗ്യാവസ്ഥയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് യോഹന്നാൻ എന്ന ഞാൻ, ഇവിടെ നമ്മൾ വെളിപാട് പുസ്തകം 1:9 വരുവാണെങ്കിൽ അവിടെ ഈവൻ വെളിപാട് പുസ്തകം 1:4 തന്നെ യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. പിന്നെ 9ാമത്തെ വാക്യം, വെളിപാട് 1:9 വാക്യത്തിൽ എന്താ, നിങ്ങളുടെ സഹോദരൻ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ. അപ്പൊ ഇവിടെയും ഇതെല്ലാം എഴുതി തീരുമ്പോഴും ഞാൻ തന്നെ എഴുതുന്ന, വേറെ ആരും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വേറെ ആരും എഴുതിക്കൊണ്ടിരിക്കുമല്ല. ഇപ്പൊ ഒന്ന് യോഹന്നാൻ ഒന്നുകൂടെ പറയുക. എന്താ 8ാമത്തെ വാക്യം, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം ഇതെല്ലാം കണ്ടപ്പോ അത് എനിക്ക് കാണിച്ചിരുന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. അയ്യോ, ഇത്രയെല്ലാം കഴിഞ്ഞിട്ട് യോഹന്നാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പോകും. സാഗ്ബാന്റെ ഒരു മെസ്സേജിൽ വേറെ പറയുമായിരുന്നു, നമ്മൾ യോഹന്നാനെ കുറ്റം വിധിക്കുക. അയ്യോ, ഈ യോഹന്നാൻ ഈ 90 വയസ്സിൽ ഇത്രയൊക്കെ വർഷം ജീവിച്ചിട്ടും ഈ ദൂതിനെ ചെന്ന് ആരാധിക്കുക എന്നുള്ള കാര്യം യോഹന്നാൻ അറിയത്തില്ലായോ, എത്ര ലഡുകനായ മനുഷ്യൻ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കുറ്റം വിധിക്കും. പക്ഷേ സച്ച് ആൻ ഓവർവെൽമിങ് പ്രസൻസ് ഓഫ് ഗോഡ്, ആ ഒരു ദൈവത്തെ സാന്നിധ്യത്തിന് അതുപോലൊരു ഓവർവെൽമിങ്, അതങ്ങ് മതിമയക്കുന്ന ആ ഒരു ഇതില് യോഹന്നാൻ അത്രയും ഏറ്റവും അന്ന് ജീവിച്ചിരിക്കുന്നതിലും വെച്ച് ഏറ്റവും പക്വതയുള്ള, ഏറ്റവും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ. എങ്കിലും ആ ഒരു ഓവർവെൽമിങ് പ്രസൻസ് ഓഫ് ഗോഡിൽ യോഹന്നാൻ ചെയ്തത് തെറ്റ് തന്നെ. പക്ഷെ എങ്കിലും ദൈവസാന്നിധ്യത്തിന്റെ ഒരു മിന്നാമിനിങ്ങും വട്ടം മാത്രം അനുഭവിച്ചിട്ടുള്ള നമുക്ക് യോഹന്നാന്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മുടെ യോഹന്നാനെ കല്ലെറിയാൻ നമ്മൾ ആരും പറ്റും. നമ്മൾ ഇതേ ഒരു കുറ്റം യോഹന്നാൻ ഇത് ആദ്യത്തെ തവണയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. നമുക്കറിയാം എവിടെ വെളിപാട് 19ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിലും യോഹന്നാൻ എന്ത് ചെയ്തു, ഞാൻ
അവനെ നമസ്കരിക്കേണ്ടതിന് ഇതെല്ലാം പറഞ്ഞ് ദൂതന് ഇതും സത്യവചനം എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആ ഒരു സമയം തന്നെ. ആൻഡ് ദീസ് ആർ ദ ട്രൂ വേർഡ്സ് ഓഫ് ഗോഡ്. നമ്മളിപ്പം വെളിപാട് സത്യവചനം വിശ്വാസയോഗ്യം എന്നുള്ള കാര്യം വെളിപാട് 21:6 നമ്മൾ വായിച്ചായിരുന്നു. വെളിപാട് 21:5 ദീസ് വേർഡ്സ് ആർ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ, വിശ്വാസയോഗ്യം സത്യവും. അതുപോലെ തന്നെ വെളിപാട് 19:9 നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ 19:9 കണ്ടു. വെളിപാട് 19:9 ലാസ്റ്റ് പാട്ട് എന്താ കാണുന്നത്? ഇത് ദൈവത്തിന്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇത് ദൈവത്തിന്റെ വചനം, സത്യവചനം, വിശ്വാസയോഗ്യം, സത്യം, ഇത് ഞാൻ ഇങ്ങനെ ഹരിമദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത്രയും ആ ഒരു ദൈവത്തിന്റെ വചനം, ആകാശവും ഭൂമിയും മാറാത്ത ആ ദൈവത്തിന്റെ വചനമാണ് തനിക്കിതെല്ലാം കാണിച്ചു തരുന്നത്. ആ വലിയ ഒരു എന്താണ് പറയുന്നത്, വെളിപാടുകളുടെ ആധിക്യ നിമിത്തം എന്നൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 12 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അതുപോലുള്ള ഒരു അനുഭവമാണ്. അപ്പം പെട്ടെന്ന് ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അതരുത്, ഞാൻ നിനക്കും യേശുവിനും, ഞാനിപ്പം വായിക്കുന്ന എവിടെ, വെളിപാട് 19:10 വാക്യം. എന്താ വായിക്കുന്നത്? ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷി ഉള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കുക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അതുപോലെ ഒരു രംഗമാണ് വീണ്ടും ഈനോ അപ്പോസ്തലന് 90 വയസ്സുള്ള അത്ര വയോധികനായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു വീഴ്ച ഉണ്ടാകുന്ന കാര്യം നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ഏതൊരു പ്രായത്തിലും എത്ര ആത്മീയ പക്വതയുള്ളവരാണെങ്കിൽ പോലും നമുക്ക് വീഴ്ച ഉണ്ടായിക്കൂടുന്നില്ല എന്നുള്ള ഒരു കാര്യം. മനഃപൂർവ്വമായിട്ടുള്ളൊരു വീഴ്ചയല്ല, ഇവിടെ ഒരു സ്ലിപ്പപ്പ്, ഒരു വീഴ്ച കൂടുന്നില്ല. ഈ അപ്പോസ്തലനായ പൗലോസ് പോലും തൻ്റെ ജീവിതാവസാനത്തോടെ അടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഹൈപ്രീസ്റ്റിനോട്, മഹാപുരോഹിതനോട് കോപത്തോടെ സംസാരിച്ചു പോയി പെട്ടെന്ന് തന്നെ അങ്ങ് ക്ഷമയോദിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മുടെ അവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 22-23 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ലിപ്പപ്സ് ശരിയാണ്, പാപത്തെ ജയിച്ച് അപ്പോസ്തലനാണ് പൗലോസ് എന്ന ഒരു സ്ലിപ്പപ്പ് വരാം. ഇത് പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ലിപ്പപ്പ് അല്ല, ഇത് ആ ഒരു ഓവർവെൽമിംഗ് പ്രസൻസ് ഓഫ് ഗോഡിൽ ഉള്ള ഒരു ചെറിയൊരു വീഴ്ച. അപ്പം അത് എന്താ നമ്മളിവിടെ വായിക്കുന്നത്? നമ്മൾ വെളിപാട് 22:8 വാക്യം, ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു, പ്രോസ്ക്യൂനിയോ അങ്ങ് ആരാധിക്കുന്ന ആ ഒരു പെട്ടെന്ന് നമസ്കരിച്ചു, ബൗ ഡൗൺ. അതാ നമ്മളവിടെ ഫെൽ ഡൗൺ ടു വർഷിപ്പ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ഏഞ്ചൽ. അപ്പോഴത്തേക്ക് എന്നാൽ അവൻ എന്നോട് അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും. അപ്പം നിന്റെ വൃത്തിനാണ് ഞാൻ. അപ്പം ദൂതന്മാരൊക്കെ അവര് എന്താന്നാ പറയുന്നത്? നമ്മുടെ എബ്രായർ 1:14 വാക്യമുണ്ട്, ദേ ആർ മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്, അവർ സേവകാത്മാക്കളാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരാർക്കാ സേവനം ചെയ്യുന്നത്? ദൈവത്തെ ശുശ്രൂഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മളാരാ? നമ്മളൊന്നുമില്ല, ഒന്നുമില്ല, വെറും പൊടിയാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം ദൂതന്മാരെ ഏർപ്പാടാക്കി വെച്ചിരിക്കുക. അപ്പം ഞാൻ നിന്റെ ഒരു സഹവൃത്തിനാണ്. ഞാൻ നിന്റെ മാത്രമല്ല, ബാക്കിയുള്ള നിന്റെ സഹോദരന്മാരായിട്ടുള്ള നിന്റെ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും. അപ്പം ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെ ആ ഒരു പൊസിഷൻ അങ്ങ് മേലെ പോയത് കണ്ടോ? പെട്ടെന്ന് ഡബിൾ പ്രൊമോഷൻ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് പെട്ടെന്ന് അവന്റെ താരത കണ്ട് ഒരു 5ാം ക്ലാസ്സിലേക്ക് ഒരു ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുക്കുന്നെന്ന് പറഞ്ഞതുപോലെ അപ്പം നമ്മൾ ഈ വചനം പ്രമാണിക്കുമ്പം നമ്മൾ അതുപോലെ ഒരു വചനം പ്രമാണിക്കാനായിട്ട് വചനം പ്രമാണിക്കുക നമ്മുടെ സ്വയശക്തി കൊണ്ടൊന്നും നമുക്കിത് പ്രമാണിക്കാൻ പറ്റത്തില്ല. മറിച്ച് നമ്മളങ്ങ് ദൈവമുമ്പാകെ അങ്ങ് വട്ടപൂജ്യമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മളെ ശക്തി തന്ന് പരിശുദ്ധാത്മാവിനെ വചനം നമ്മളെ ഓരോ സമയത്ത് ഓർപ്പിച്ച് ആ വചനത്തിലൂടെ നടക്കാൻ, നമ്മൾ മനസ്സിലാക്കി വചനത്തോട് വിശ്വസ്തരായിട്ട് നടക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ എന്താ അങ്ങനെയുള്ളവരുടെ വൃത്തിനാണ് താനെന്നാ പറയുന്നത്. ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യൻ. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ഐ എം എ ഫെലോ സെർവൻറ്റ്, സഹഭൃത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഇതേപോലെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആരാ? പത്രോസിനെ ആരാ നമസ്കരിക്കാൻ വന്നേ? കൊർണേലിയോസ്. എവിടെ? ആദ്യമായിട്ട് ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം. ആ ഒരു പെട്ടെന്ന് ആ വാക്യം കൂടെ കണ്ട് നമുക്ക് അങ്ങ് ക്ലോസ് ചെയ്യാവില്ല. അപ്പോസ്തലപ്രവൃത്തിയിൽ 10ാം അധ്യായത്തില്, അപ്പോസ്തലപ്രവൃത്തി 2ാം അധ്യായത്തില് നമ്മള് യഹൂദന്മാരിലേക്ക് സുവിശേഷം ചെല്ലുന്നു. കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ എവിടെയൊക്കെ സാക്ഷികളാകുന്ന? യെരുസലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 വാക്യത്തിൽ. അവിടെ യഹൂദിയില് സാക്ഷികളാവുന്നത് യെരുസലേമിലും യഹൂദിയിലും യെരുസലേമിൽ സാക്ഷികളാവുന്നത് നമ്മൾ
അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ കാണുന്നു. തുടർന്നുള്ള അധ്യായത്തിൽ യഹൂദിയയിൽ യെരൂശലേമിൽ നിന്നിരുന്ന ഡിസ്ട്രിക്റ്റിലെ സാക്ഷികളാവുന്നു. പിന്നെ അപ്പോസ്തലർ 8-ാം അധ്യായമാകുമ്പോഴത്തേക്കും ശമരിയയിലെ സാക്ഷികളാവുന്നു. പിന്നെ ജാതികളിലേക്ക് പടരുന്നതിന്റെ തുടക്കം എവിടെന്നാണെന്ന് ചോദിച്ചാൽ ആ, ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ദൈവത്തെ അവനെ അറിയത്തില്ലായിരുന്നു, എന്നാൽ അറിയുന്ന വെളിച്ചത്തിൽ അവനങ്ങ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലാത്തതുകൊണ്ട് ആ പ്രാർത്ഥന എത്തിയിട്ടില്ലെന്നായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ദൈവാത്മാവ് പറയുന്നത് എന്താ? അവന്റെ ആ ഒരു സിൻസിയറിറ്റി, അവന്റെ ആ ഒരു ഹൃദയപരമാർത്ഥത കണ്ട് ദൈവം പറയുന്നത് എന്താ? നിന്റെ പ്രാർത്ഥന അങ്ങ് എത്തിയിരിക്കുന്നു എന്നാ അവിടെ അപ്പോസ്തലർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നേ. അതാ നമ്മളിവിടെ വായിക്കുന്ന എന്താ? യുവർ പ്രേയേഴ്സ്, 4-ാമത്തെ വാക്യം, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. അവന് അന്ന് യേശു ക്രിസ്തുവിന് വെളിപ്പാട് അവനില്ല, എന്നാൽ അവനുള്ള വെളിച്ചത്തിൽ അവനതങ്ങ് ചെയ്തു. ദൈവം അതങ്ങ് സ്വീകരിച്ചു. എന്നാൽ അവന് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ തക്കവണ്ണം അവനെ ഒരു ശിശുവിനെ ഹൃദയത്തോടെ, അവനൊരു നിഷ്കളങ്കതയോടെ, ആ ഒരു താഴ്മയോടെ ആയിരുന്നത് കൊണ്ട് കർത്താവിൻ്റെ ഏറ്റവും അടുത്ത അപ്പോസ്തലനായിട്ടുള്ള പത്രോസിനെ തന്നെ അവിടെ അങ്ങ്, പത്രോസിനാണല്ലോ സ്വർഗ്ഗരാജ്യത്തിന്റെ ചാവി. അപ്പോസ്തലർ 2-ാം അധ്യായത്തിലെ ചാവി വെച്ച് യെരുശലേമിലും പിന്നെ യഹൂദിയിലെങ്ങും പിന്നെ ശമരിയയിലോട്ടും അപ്പോസ്തലർ 8-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും തന്നെ പോകുന്നത്. ഫിലിപ്പോസ് ആദ്യം പോയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ഥിരപ്പെടുത്താനായിട്ട് പത്രോസിനും യോഹന്നാനും തന്നെ ദൈവത്തിന് അയക്കേണ്ടി വന്നു. പിന്നെ ഇവിടെ 10-ാം അധ്യായത്തിലും ചാവിയും കൊണ്ട് നമ്മുടെ പത്രോസ് അച്ചായൻ എങ്ങോട്ടാ പോയി? കൊർന്നേലിയൂസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന രംഗം. അപ്പം അവിടെ അത്രയും ആ ഒരു ദൈവത്തിന് ദൂതുവായിട്ട് വരുന്നവനെ അതുപോലെ ബഹുമാനിച്ചുകൊണ്ട് എന്താ എന്താ കൊർന്നേലിയൂസ് എന്ത് ചെയ്തു? കൊർന്നേലിയൂസ് ആള് വരുന്ന, പത്രോസ് വരുന്നതൊക്കെ അറിഞ്ഞ് എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടി, തൻ്റെ റിലേറ്റീവ്സിനെയും ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു കൂട്ടി. 24-ാമത്തെ വാക്യം, പത്രോസ് ഇങ്ങോട്ട് കയറിയതും ഒരാൾ താഴെ വീണു. ഇങ്ങോട്ട് ഇന്നത്തെ പോലെ എന്താ ഊതി വീഴ്ത്തി ഉന്തി വീഴ്ത്തി അതുപോലത്തെ വീഴ്ത്തല്ലല്ലോ ഇത്, മറിച്ച് എന്താ പത്രോസിന്റെ കാൽക്കലേക്ക് അങ്ങ് വീഴും. അതിന്റെ 25-ാമത്തെ വാക്യം കണ്ടോ? അപ്പോസ്തലർ 10-25, പത്രോസ് അകത്ത് കയറിയപ്പോഴത്തേക്കും ഒരാൾ താഴെ. കൊർന്നേലിയൂസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസു എഴുന്നേൽക്കുക. അയ്യോ, പത്രോസ് പെട്ടെന്ന് അങ്ങ് പുറമോട്ട്, അയ്യോ എൻ്റെ കാര്യത്തിലൊന്നും വീടില്ലേ, ഞാനൊരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്തേന്ന് അനേകർ വന്നു കൂടിയിരിക്കുന്നത് കണ്ട് അവനോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. സോ അപ്പം എന്നെ എല്ലാം ആരാധിക്കണ്ടേ? ഐ ടു ആം ജസ്റ്റ് എ മാൻ, ഞാനൊരു മനുഷ്യനാണ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഇവൻ അപ്പോസ്തലർ 19-ാം അധ്യായത്തിലും ഒക്കെ പൗലോസിനെയൊക്കെ ദൈവങ്ങളെന്ന് വിളിച്ചുകൊണ്ടൊക്കെ അവര് പിന്തുടരുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കത് അടുത്ത ആഴ്ച നമുക്ക് ആ കാര്യങ്ങളൊക്കെ കാണാം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ദൈവം നമ്മളെ ഏതെങ്കിലും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് ഉപയോഗിക്കുമ്പം ചിലർ പെട്ടെന്ന് അങ്ങ് ബഹുമാനിച്ച് നമ്മളെ അങ്ങ് ദൈവമാക്കി കളയും. അപ്പം നമ്മൾ പെട്ടെന്ന് അയ്യോ ഞാൻ ദൈവമൊന്നും അല്ല, കർത്താവിനെല്ലാം മഹത്വം, ഞാൻ ഒരു കഴുതപ്പുറത്ത് കർത്താവ് ഇരിക്കുന്നു, കർത്താവിനായെല്ലാം ഉള്ളേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തുന്ന ആ ഒരു മനോഭാവം, അതാ ദൂതനിൽ നിന്ന് നമുക്ക് പഠിക്കാം, പത്രോസിൽ നിന്ന് പഠിക്കാം. ഒരു പിന്നെ നമ്മൾ ഇന്നത്തെ എന്തൊക്കെയാ നമ്മളിന്ന് കേട്ടെ, ആ ഒരു പാറമേൽ വീട് പണിയുന്ന ആ ഒരു അനുസരണത്തിന്റെ, ആ ഒരു സമർപ്പണത്തിന്റെ ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിനെ നമ്മൾ വിളിച്ചുവായിരിക്കുന്ന കാര്യവും, തിരശ്ശീലയുടെ കട്ടി 10 സെന്റിമീറ്റർ 4 ഇഞ്ച് കട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ ഒരു നമ്മളുടെ ജഡത്തിന്റെ ആ ഒരു ഒരു കഠിനത, കാഠിന്യമൊക്കെ നമ്മൾ കണ്ടു. കർത്താവിനെ നമ്മളെ നുറുക്കി കർത്താവിനെ പണിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് തന്നെ ഞങ്ങളുടെ വെളിച്ചമായി തീരണം കർത്താവേ. ഞങ്ങളുടെ യുക്തിയോ ഞങ്ങളുടെ വചനപരിജ്ഞാനം ഒന്നുമല്ല ഞങ്ങളുടെ വെളിച്ചം കർത്താവേ, അങ്ങ് തന്നെ ഞങ്ങളുടെ വെളിച്ചമായിട്ടായിത്തീരണം. അതിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അതിവിശുദ്ധ സ്ഥലത്ത് അങ്ങയോടൊപ്പം ജീവിപ്പാൻ കർത്താവേ, സ്വർഗ്ഗസന്നിധിയിൽ അങ്ങയോടൊപ്പം ജീവിപ്പാൻ തക്കൊണ്ട് അഗ്നിയാലെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേപ്പോലെ ചിന്തിക്കുവാനും കാര്യങ്ങളെ നോക്കി കാണുവാനും കർത്താവേ, അങ്ങേപ്പോലെ സംസാരിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമയം വീണ്ടെടുക്കുവാൻ കർത്താവേ, സമയത്തെ ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും പിശാചിൻ്റെയും കരങ്ങളിൽ നിന്നൊക്കെ കർത്താവിനായിട്ട് വീണ്ടെടുത്ത് കർത്താവേ അത് പൂർണ്ണമായിട്ട് അങ്ങേക്കായിട്ട് പ്രയോജനപ്പെടുത്തുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. എല്ലാ മഹത്വം അങ്ങേക്ക് തരുവാനും മറ്റുള്ളവർ ഞങ്ങളെ ബഹുമാനിക്കുമ്പോഴോ നമസ്കരിക്കുമ്പോഴോ ഒക്കെ കർത്താവേ എല്ലാ മഹത്വവും അങ്ങേക്ക് തന്നെ ഇട്ടു തരുവാനും ഒക്കെ അങ്ങയിലേക്ക് എല്ലാവരെയും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകയായിട്ടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം കർത്താവേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. അവിടുത്തെ വചനം പൂർണ്ണമായിട്ടും പ്രമാണിക്കുവാൻ, ഈ വചനത്തെ വിലമതിക്കുവാനും കർത്താവേ, വചനത്തെ സ്നേഹിക്കുവാനും, വചനത്തെ വിലമതിക്കുവാനും, വചനത്തെ ആഴത്തിൽ അറിയുവാനും ഒക്കെ കർത്താവെ കൂടുതൽ സമയം ചെലവഴിക്കുവാനും എഫർട്ടിടുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാരെയും
കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകിച്ച് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയായിട്ട് സഭയായിട്ട് ഞങ്ങളെ അഗ്നിയാൽ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം യേശുവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ.